അസ്സലാമു അലൈക്കും. കഴിഞ്ഞ ഒരു 1.5-2 മണിക്കൂറുള്ളല്ലേ നിങ്ങളെ കുട്ടികൾ എൻ്റെ അടുത്തായിരുന്നു കേട്ടോ. ഞങ്ങൾ ഒരുമിച്ച് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇല്ലേ, രസമുണ്ടായിനിയോ? നല്ല രസമായിനി. എന്നൊന്ന് കൈയടിച്ചേ. ഇനി ഒരാളുടെ വേദനകളെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? ആരെയാ? ഒന്നും കൂടെ ആ, അപ്പം ചിലരുടെ കണ്ണൊക്കെ ഇങ്ങനെ നിറയണ കണ്ടിരുന്നു. ചിലർ ഇങ്ങനെയൊക്കെ ആക്കി, ചിലർ മൂക്കൊക്കെ തുടച്ച്. അപ്പോഴേ ആ അമ്മാരാണ് നിങ്ങളെ മുന്നിലുള്ളത്. പണ്ടെന്നോ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തതല്ലേ? ഇന്നാലേ എല്ലാവരും വേഗം സമയം വേസ്റ്റ് ചെയ്യാണ്ട് ഓടി വന്ന് അവനവൻ്റെ ഉമ്മാരെ മാറിപ്പോരുത് കേട്ടോ. അവനവൻ്റെ ഉമ്മാരെ ഒന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തേ. എല്ലാവരും വേഗം സ്പീഡപ്പ്. ഇതെന്താ ഇങ്ങനെ തോണ്ടി വണ്ടിയെ പോരാ, കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കണം. ഇത്ര പെട്ടെന്ന് കഴിഞ്ഞാ? ഇത്രേ ഉള്ളൂ? തട്ടത്തുമ്മ കൊടുത്തോ? ഓടിയോ ആരെങ്കിലും? ആത്മാർത്ഥമായിട്ട് കൊടുത്തോ? ആത്മാ നേരത്തെ ഉണ്ടായി കണ്ണീരൊക്കെ പോയോ ഓരെ കണ്ടപ്പോഴത്തിന്? ഇഷ്ടല്ലേ? ആരോടാ ഇഷ്ടം? അതിപ്പോ ഉമ്മാനെ അടുത്തിരുത്തി കണ്ട് എങ്ങനെയാ പറയാ? ഉമ്മാനെ അടുത്തിരുത്തി പറയാൻ കഴിയില്ല. ഉമ്മാനോടാണ് ഇഷ്ടം. ഏറ്റവും ഇഷ്ടം ആരോടാ? ഉമ്മാനോട്. പിന്നെ ഇഷ്ടം ആരോടാ? ഉമ്മാനോട്. പിന്നെ ഇഷ്ടം ആരോടാ? ഉമ്മാനോട്. പിന്നെയോ ഉപ്പാനോട്. പകം കൊടുക്കല്ലേ? ചോര നീരാക്കണതല്ലേ അല്ലേ? നേരത്തെ 21 എല്ല് പൊട്ടണ വേദന പറഞ്ഞപ്പോൾ ഓലൊക്കെ എന്ന് പറഞ്ഞു. 21 എല്ല് പൊട്ടിയിട്ടാണ് ഉമ്മാൻ്റെ വയറ്റിന്ന് നമ്മൾ ഓരോരുത്തരും പുറത്ത് വന്നത് എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കണ്ണിന്ന് വെള്ളമൊലിക്കാനോ മേല് വേദനിക്കാനൊക്കെ തുടങ്ങി. അതുപോലെ ഓരോ തുള്ളി രക്തവും നീരാക്കിയിട്ടാണ്, അത്രയും കഠിനാധ്വാനം ചെയ്തിട്ടാണ് വാപ്പമാർ നമ്മൾക്ക് ഭക്ഷണം തരുന്നത്. അപ്പോൾ 4th പൊസിഷൻ ഈസ് ഫോർ അവർ ബിലോവഡ് ഫാദേഴ്സ് അല്ലേ? അപ്പോൾ നിങ്ങളിപ്പോൾ ഇഞ്ചി ഓമനകളെടുത്ത് കുട്ടികളെടുത്ത് ഞങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്കൊരു താരാട്ട് പാട്ട് പാടി തുടങ്ങാം അല്ലേ? ഞങ്ങൾ പാട്ടും കഥയൊക്കെ പാടിയിട്ടാണ് നേരത്തെ തുടങ്ങിയത്. അപ്പം ഉമ്മമാർക്കും നമുക്കൊരു അല്ലേ പാട്ടൊക്കെ ഇപ്പോൾ കേൾപ്പിച്ചിട്ട് തുടങ്ങിയാൽ പോരെ? വേണോ? നേരത്തെ ഉണ്ടായിന് കുട്ടികൾ നല്ലല്ലോ. അപ്പോൾ ഉമ്മക്കിടെ വന്നപ്പോൾ ഭയങ്കര അടക്കവും ഒതുക്കവും. നേരത്തെ എന്താ ഇനി പുലികളായിരുന്നു, പുലികളൊക്കെ ഇപ്പോൾ പൂച്ചകളാണ്. വേണോ? ആ. മനസ്സിൻ മടിയിലെ മാന്തളിരിൽ മയങ്ങോ മണിക്കുരുന്നേ, കനവായി മിഴികളിൽ തഴുകാം ഞാൻ, ഉറങ്ങൂ നീ ഉറങ്ങൂ. മനസ്സിൻ മടിയിലെ മാന്തളിരിൽ മയങ്ങോ മണിക്കുരുന്നേ, കനവായി മിഴികളിൽ തഴുകാം ഞാൻ, ഉറങ്ങൂ നീ ഉറങ്ങൂ. അപ്പോൾ ഉച്ച നേരാണ്, ഉറങ്ങാൻ നിൽക്കണ്ട, ഉറക്കാനും നിൽക്കണ്ട. അപ്പോൾ നമ്മളെ മാണിക്യക്കല്ലുകൾക്ക് വേണ്ട ചില പ്രഷ്യസ് ആയിട്ടുള്ള, ചില വാല്യുബിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾ തമ്മിൽ ഷെയർ ചെയ്ത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി ആദ്യ വിദ്യാലയം, ഈ കുട്ടികളുടെ ആദ്യ വിദ്യാലയം ആരാണ്? ഉമ്മയല്ല, ഞങ്ങൾ എന്ന് പറയും അല്ലേ? ഉമ്മ എന്നങ്ങോട്ട് പറഞ്ഞിട്ട് ഒഴിവാക്കി വിടുകയല്ല. അതാരാ? ഞാനെന്ന് പറയുമ്പോൾ അല്ലേ, അത് ഞാനാണെന്ന് പറയുമ്പോൾ ഉള്ളിലൊരു ചിന്ത ഉണ്ടാവും, അത് ഞാനല്ലേ? തീർച്ചയായും ദാറ്റ്സ് മീ, അത് ഞാനാണ്. ആ ആദ്യ വിദ്യാലയം ഞാനാണ്. എന്നെ നോക്കിയാണ് പഠിക്കുന്നത്, എന്നെ കണ്ടാണ് മനസ്സിലാക്കുന്നത്. ഞാൻ എന്താണോ അതാണ് അവൾ. ഓരോ ഉമ്മമാരും ആരാണോ, ഓരോ ഉമ്മമാരും എന്താണോ,
ഓരോ ഉമ്മമാരും എങ്ങനെയാണോ അത് തന്നെയാണ് നമ്മുടെ മക്കളും. അതുകൊണ്ട് വളർച്ചയിൽ അവരുടെ ഓരോ ദിവസത്തിലും അവരുടെ ഓരോ നിമിഷത്തിലും സൂക്ഷ്മതയോടെ ശ്രദ്ധയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എന്നത് ഞാനടക്കം നമ്മുടെ ഓരോരുത്തരുടെയും ഡ്യൂട്ടിയാണ്. ഒരു അനുഭവം പറയാണ്. ഒരു കുഞ്ഞിനെ എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വേണ്ടി കൊണ്ടുവരികയാണ്. അങ്ങനെ കൗൺസിലിങ്ങിന് വേണ്ടി കൊണ്ടുവരാൻ കാരണം അവന് എക്സാമിന് മാർക്ക് കുറഞ്ഞു എന്ന പേരിൽ എക്സാം കഴിഞ്ഞ് വന്ന് എക്സാം ടഫായി എന്നതിൻ്റെ പേരിൽ അമ്മ വഴക്ക് പറയുകയാണ്. പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അമ്മേ കണക്ക് പരീക്ഷയായിരുന്നു, നല്ല ബുദ്ധിമുട്ടായിരുന്നു എന്ന് പറയും. ഉടനെ തന്നെ അമ്മ എന്ത് ചെയ്തു? അമ്മേൻ്റെ കണ്ണു രണ്ടും വലുതാവാനും പുരികങ്ങൾ രണ്ടും വില്ലുപോലെ വളയാനും തുടങ്ങി. നമുക്കറിയില്ല അല്ലേ ആ ഒരു ഇമോഷൻ? കണ്ണ് വലുതാകുകയും പുരികം വില്ല് പോലെ വളയുകയും ചെയ്യുന്ന ഒരു ഇമോഷൻ ഉണ്ടല്ലോ, പ്രത്യേകം ചില സമയങ്ങളിൽ മാത്രം നമ്മളിൽ പുറത്തേക്ക് വരുന്ന ഒരു വികാരമാണത്. ഇത് കാണുകയും ഇതിൻ്റെ കൂടെ രൂപം മാറുകയും ഇതിൻ്റെ കൂടെ പറയുന്നൊരു ഡയലോഗുണ്ട്, വാപ്പം ഇങ്ങോട്ട് വരട്ടെ ബാക്കി ഞാൻ അപ്പം കാണിച്ചു തരാം. നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടൂലെന്ന് തോന്നുമ്പോൾ നമ്മൾ കൂട്ടിന് വിളിക്കുന്ന ഒരാളാണ് ആര്? അച്ഛൻ. അച്ഛൻ ഇങ്ങോട്ട് വരട്ടെ ബാക്കി അച്ഛൻ്റെ കയ്യിൽ നിന്ന് കിട്ടിക്കോളൂ. ഇത് അമ്മേൻ്റെ അടുത്ത് നിന്ന് കിട്ടിയെന്ന് പോരാഞ്ഞ് ഇനി അച്ഛൻ്റെയൊക്കൊന്നും കിട്ടുമോ എന്ന് പേടിച്ചിട്ട് കുട്ടി എന്ത് ചെയ്തു? കിട്ടണ വണ്ടിയും കയറി ചെന്നൈയിലേക്ക് നാട് വിട്ടു. ഒരാഴ്ച അവിടെ ഒരു ഹോട്ടലിലൊക്കെ എവിടെ പണിയൊക്കെ എടുത്ത് ജോലിയും ചെയ്യും, അവർ ഭക്ഷണവും കൊടുക്കും. രണ്ടാമത്തെ ആഴ്ച മുതൽ ജോലിഭാരം കൂടി ഭക്ഷണത്തിൻ്റെ അളവ് കുറഞ്ഞു. കൂടെ ഉണ്ടായിരുന്ന ഒരാളുടെ ഫോണിൽ നിന്നും എന്ത് ചെയ്തു? അച്ഛൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്, അച്ഛാ അയ്യോ അച്ഛാ ഓടി വാന്ന് പറഞ്ഞിട്ട്. അച്ഛനും അമ്മയും കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ വണ്ടി എടുത്തിട്ട് കുഞ്ഞിനെ കൂട്ടാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെ പോയി വരുന്ന വഴിയിൽ ഞാൻ ഈ കുഞ്ഞിനെ കൗൺസിലിങ്ങിന് കൊണ്ടുവന്ന ദിവസം അവൻ്റെ അടുത്ത് ചോദിച്ചു, അങ്ങനെ നിന്നെ കൊണ്ട് അമ്മയും അച്ഛനും വരുന്ന വഴിയിൽ എന്താ സംഭവിച്ചത്? അപ്പോൾ അവൻ പറയാ, എൻ്റെ ഡോക്ടറെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇതുവരെ ഇത്രയും കൂടുതൽ ഉമ്മ കിട്ടിയിട്ടില്ല. ജീവിതത്തിൽ ഇതുവരെ ഇത്രയും കൂടുതൽ ഉമ്മ കിട്ടിയിട്ടില്ല എന്ന്, മുത്തം കിട്ടിയിട്ടില്ല എന്ന്. ഉമ്മ കിട്ടി എൻ്റെ മുഖമൊക്കെ തുപ്പൽ മണക്കാൻ തുടങ്ങിയെന്ന്. അത്രയേറെ ഉമ്മ കിട്ടി ഇത്ര അവന്. അത് കഴിഞ്ഞ് വണ്ടിയിൽ നിന്ന് അവൻ അമ്മേൻ്റെ അടുത്ത് ചോദിച്ചു ഇത്രേ, ഉമ്മ റിസൾട്ട് വന്നോ? റിസൾട്ടോ? ആർക്കാ വേണ്ടത് മാർക്ക്? ആർക്കാ വേണ്ടത്? അമ്മയ്ക്ക് അമ്മേൻ്റെ കുഞ്ഞിനെ കിട്ടിയില്ലേ? തോറ്റാലെന്താ ജയിച്ചാലെന്താ? അമ്മേൻ്റെ കൂടെ അമ്മേൻ്റെ മോനുണ്ടല്ലോ. ഇവിടെ എന്താ പറയണത്? ഈ ഒരു അനുഭവം ഏത് പാഠത്തിലേക്കാണ് നമ്മളെ എത്തിക്കുന്നത്? കൊടുക്കേണ്ടത് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ട പോലെ കൊടുത്താൽ കിട്ടേണ്ട സമയത്ത് കിട്ടേണ്ട പോലെ നമുക്ക് കിട്ടും. അത് വേറെ എവിടേക്കും പോവില്ല. അത് തിരിഞ്ഞു മറിഞ്ഞോ അപ്പുറത്തെ പറമ്പക്കോ അല്ലെങ്കിൽ അപ്പുറത്തെ ആളെ കൂടെ ഒന്നും പോവില്ല. അത് നമുക്ക് തന്നെ കിട്ടും. വേറെ എവിടെയും പോവാതെ നമ്മളെ കൂടെ ഉണ്ടാവും. കൊടുക്കേണ്ടത് ആ സമയത്ത് കൊടുക്കണം, കൊടുക്കേണ്ട പോലെ കൊടുക്കണം. ഇത് ഗർഭകാലം മുതൽ സൈക്കോളജിക്കലി പറയുന്ന ഒരു പഠനമുണ്ട്. കുട്ടികളെ വളർത്തുന്നതിൽ പാരൻറ്റിങ് എന്ന് പറയുന്ന ഒരു സെഷനിൽ കാൽക്കുലേറ്റ് പറയുന്ന കുറേ കാര്യങ്ങളാണ്. കുട്ടികൾ എന്ന് പറയുന്നത് ഏത് ഏജ് ഗ്രൂപ്പാ? കുട്ടികൾ എന്ന് പറയുക ഏത് പ്രായം വരെ നമ്മൾ കുട്ടികൾ എന്ന് പറയാ? 18 വയസ്സ് വരെ കുട്ടിയാണ് അല്ലേ? 18 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ യുവത്വത്തിലേക്ക് യൗവനത്തിലേക്ക് കടക്കുകയാണ്. 18 വയസ്സ് വരെ കുട്ടിയാണ്. ഈ 18 ഇയേഴ്സ് വരെയുള്ള സമയത്തെ നമ്മൾ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 0 to 2 years. ഫസ്റ്റ് സെഷൻ ഈസ് 0 to 2 years. 0 മുതൽ 2 വയസ്സ് വരെ. 0 മുതൽ 2 വയസ്സ് വരെ എന്ന് പറഞ്ഞാൽ ഈ 0 പറഞ്ഞൊരു പ്രായമുണ്ടോ? അതേതാ? വെരി ഗുഡ്, പ്രഗ്നൻസി പീരീഡ് അല്ലേ? 0 ഏജ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് പ്രഗ്നൻസി പീരീഡാണ്. കുട്ടികൾ പുറത്ത് വന്നിട്ടാണോ നമുക്ക് അടിയും തൊഴിയും പിച്ചും കുത്തും മാന്തലും കെട്ടിപ്പിടിക്കലും ഉമ്മകളൊക്കെ തുടങ്ങിയാൽ മതിയോ? ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ തുടങ്ങണം. ഇതിൻ്റെ ഉള്ളിൽ നിന്നേ പ്രിപ്പറേഷൻ തുടങ്ങുന്നുണ്ട്. കഴിഞ്ഞു പോയി, ഇനിയിപ്പോൾ എന്താ കാട്ടുക? അങ്ങനെയാ? കഴിഞ്ഞില്ല കഴിഞ്ഞിട്ടില്ല, ഇനിയും പറയാനുണ്ട്. ഈ പ്രഗ്നൻസി പീരീഡ് മുതൽ ഒരു കുഞ്ഞ് വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് മുതൽ, ആ പ്രാർത്ഥന മുതൽ കുഞ്ഞിന് കിട്ടേണ്ട ആ മധുരമായ ഭാവി നമ്മൾ മോൾഡ് ചെയ്ത് വെക്കുകയാണ്.
ആ പ്രാർത്ഥന മുതൽ നല്ല ഒരു കുഞ്ഞിനെ എനിക്ക് നൽകണമേ, ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, നല്ലൊരു കുഞ്ഞ് എനിക്ക് ഉണ്ടാവേണമേ എന്നുള്ള ആ പ്രാർത്ഥന മുതൽ, ആത്മാർത്ഥമായുള്ള പ്രാർത്ഥന മുതൽ കുഞ്ഞിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക, കുഞ്ഞിന് വേണ്ടിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക, കുഞ്ഞിന് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കരളിൻ്റെ കഷ്ണങ്ങൾ അല്ലേ ഇല്ലേ ഉള്ളിൽ വളരുന്നുണ്ട് എന്നറിയുന്ന അന്ന് മുതൽ പിന്നെ നമ്മളെ കാര്യത്തിൽ കോൺഷ്യസ് അല്ല, നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുക്കളല്ല. പിന്നെ നമ്മുടെ ഉയിരും ജീവനും സ്നേഹവും ആഗ്രഹവും സ്വപ്നവും കിനാവും എല്ലാം എന്താണ്? ഈ കുഞ്ഞാണ്, ഈ വളരുന്ന കുട്ടിയാണ്. ഗർഭകാലത്തുള്ള നമ്മുടെ ഓരോ ചിന്തകളും, നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ വിചാരങ്ങൾ എല്ലാം ഈ കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക്, കുഞ്ഞിൻ്റെ തലച്ചോറിൻ്റെ വളർച്ചയെ ബാധിക്കുന്നുണ്ട്. വളരെ സന്തോഷത്തോടെ, വളരെ സമാധാനത്തോടെ, അതിലുപരി സംതൃപ്തിയോടുകൂടി ജീവിക്കുക. സംതൃപ്തിയാണ് വേണ്ടത്. സംതൃപ്തി എന്ന് പറയുന്ന ഒരു സാധനം എവിടെ നിന്നാണ് ഉണ്ടാവുകയെന്നറിയോ? പരസ്പരമുള്ള സ്നേഹത്തിൽ നിന്ന്. നമ്മൾ കുട്ടികൾക്ക് ഇഷ്ടം ഉണ്ടാവുമ്പോൾ, ഒരാളെ ഇഷ്ടം തോന്നുമ്പോൾ നമ്മൾ എന്താ കൊടുക്കുക? സമ്മാനം കൊടുക്കും ഇല്ലേ? ഇഷ്ടം തോന്നുന്ന ആളുകൾക്ക് ഇഷ്ടത്തോടെ കൊടുക്കുന്നതാണ് സമ്മാനങ്ങൾ. കുട്ടികൾക്ക് നമ്മൾ സർപ്രൈസ് ഗിഫ്റ്റുകളൊക്കെ കൊടുക്കും. ഏറ്റവും കൂടുതൽ അവരെ ഹാപ്പി ആക്കാനുള്ള, അവരുടെ സന്തോഷം പീക്കിലെത്തിക്കുന്ന ഒരു മൊമെൻ്റാണ് സർപ്രൈസ് ഗിഫ്റ്റിംഗ് എന്ന് പറയുന്നത്. ഗിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സന്തോഷം നമുക്കതെ അല്ലേ? സർപ്രൈസായിട്ട് നമുക്കൊരു ഗിഫ്റ്റ് കിട്ടുമ്പോൾ വല്ലാത്ത സന്തോഷമാണ്, വല്ലാത്ത ഇഷ്ടമാണ്. വാട്ട് എവർ ഇറ്റ് ഈസ്, ആ സാധനം എന്തോ ആയിക്കോട്ടെ, ആ കിട്ടുന്ന സാധനം എന്തോ ആയിക്കോട്ടെ, പക്ഷേ ആ ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്നത് ആ ഒരു സാധനത്തിൻ്റെ മൂല്യത്തിലുപരി അത് കിട്ടി, അത് ആര് തന്നു എന്നതാണ് അവിടെ മൂല്യമേറിയ കാര്യം. കുട്ടികൾക്ക് നമ്മൾ കൊടുക്കാവുന്ന ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഗിഫ്റ്റ് എന്ന് പറയുന്നത് സ്നേഹമാണ്. എന്താണ്? സ്നേഹം അല്ലേ? സ്നേഹം ഉണ്ടാവും. കഷ്ടപ്പെട്ട് നമ്മൾ പ്രസവിച്ച് വളർത്തി വലുതാക്കിയ മക്കളാണ്. സ്നേഹമില്ലാത്ത അമ്മമാരൊന്നും ഉണ്ടാവില്ല. എല്ലാവർക്കും സ്നേഹം ഉണ്ടാവും. ഒരു പൂച്ചയുടെ കഥയുണ്ട്. ഒരിക്കൽ ഒരു സുഹൃത്ത് എഴുതിയ ഒരു കഥയാണ്. ഒരു ഒഴിവ് ദിവസം ഞായറാഴ്ച അദ്ദേഹം പത്രം വായിക്കുകയാണ്. പത്രം വായിക്കുമ്പോൾ ഫ്രണ്ട് പേജിൽ തന്നെയുള്ള ഹെഡ്ലൈനിലുള്ള ന്യൂസ്, കാമുകൻ്റെ കൂടെ പോകാൻ വേണ്ടിയിട്ട് സ്വന്തം കുഞ്ഞിനെ, 6 മാസമായ തൻ്റെ കുഞ്ഞിനെ കടൽ ഭിത്തിയിൽ എറിഞ്ഞു കൊന്ന അമ്മയുടെ രോദനമായ വാർത്ത വായിച്ച് അമ്മമാരൊക്കെ ഇങ്ങനെയാണോ എന്ന് വിഷമിച്ച് വല്ലാത്തൊരു വാർത്ത വായിച്ച് ഞെട്ടിയിരിക്കുമ്പോഴാണ് അടുക്കളയിൽ നിന്ന് അമ്മ വിളിക്കണത്. മോനെ എന്ന് പറഞ്ഞിട്ട് ഉമ്മ വിളിക്കുകയാണ്. അങ്ങനെ ഉമ്മാൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഉമ്മ പറയാണ്, മാർക്കറ്റിൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ട് വാ. അപ്പോൾ ഉമ്മ അടുക്കളയിൽ ഇറച്ചി മുറിച്ചുകൊണ്ടിരിക്കുക. ഇറച്ചി മുറിക്കുമ്പോൾ അമ്മേൻ്റെ അടുത്തൊരു പൂച്ചയുണ്ട്. ഒരു കഷ്ണം മുറിക്കുമ്പോൾ ഒരു കഷ്ണം അമ്മ പൂച്ചയ്ക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് കണ്ടപ്പോൾ മോന് ഭയങ്കര ദേഷ്യം വന്നു. അമ്മയുടെ അടുത്ത് പറഞ്ഞു, എന്തിനാ അമ്മ ഈ പൂച്ചയ്ക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കണത്? അപ്പോൾ പൂച്ചേൻ്റെ വയറ് നിറക്കണോ? 1 2 കഷ്ണമൊക്കെ ഇട്ട് കൊടുത്താൽ പോരെ? അപ്പോൾ അമ്മ പറയും, ഇതാണ് നമ്മളെ വീട്ടിലെ കുറിഞ്ഞി പൂച്ച. പൂച്ച പ്രസവിച്ചിട്ട് 3 ദിവസമേ ആയിട്ടുള്ളൂ. 4 കുട്ടികളാ. പെറ്റ വയറിൻ്റെ ദണ്ണം നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഈ വേഗം പോയി കടയിൽ പോയി സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വാ. അങ്ങനെ കടയിലേക്ക് സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. പോണ കൂട്ടത്തിൽ ഈ കുറിഞ്ഞി പൂച്ചയും പിറകിൽ ഓടി വന്ന് ഇദ്ദേഹം റോഡ് ക്രോസ് ചെയ്ത്, കുറിഞ്ഞി പൂച്ചയും കൂടെ റോഡ് ക്രോസ് ചെയ്തു. പാഞ്ഞു വന്ന ഒരു കാറ് പൂച്ചേനെ തട്ടിത്തെറിപ്പിച്ചിട്ട്. ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ പൂച്ച റോട്ടിൽ ഇങ്ങനെ കിടക്കുകയാണ്. അത് വണ്ടി തട്ടി കിടക്കുകയാണ്. ഓടിച്ചെന്ന് അതിനൊരു തട്ട് കൊടുത്തപ്പോൾ അത് ചാടി എണീറ്റ് ഒറ്റ ഓട്ടം. ഇതിൻ്റെ പിറകിൽ ഓടിച്ചെന്നപ്പോൾ അത് ഓടിപ്പോയത് എങ്ങോട്ടെന്നറിയോ? ചായ്പിലേക്കാണ്. ചായ്പിൽ അത് പ്രസവിച്ച് 3 ദിവസമായ 4 കുട്ടികളുണ്ട്. ആ 4 കുട്ടികൾക്കും ഓടിച്ചെന്നത് പാല് കൊടുത്ത്. 4 കുട്ടികളും ആവേശത്തോട് കൂടിയിട്ട് പാല് കുടിക്കാൻ തുടങ്ങി. കുറച്ച് സമയം കൗതുകത്തോടെ അത് നോക്കി നിന്ന് കുറിഞ്ഞിപ്പൂച്ച അനങ്ങുന്നില്ല, അനക്കൊന്നും ഇല്ലാണ്ട് കിടക്കുക. അതിനെ തൊട്ട് നോക്കിയപ്പോൾ അത് ചത്ത് കഴിഞ്ഞിരുന്നു. നിങ്ങൾ ഓർത്ത് നോക്കൂ, മൃഗമാണല്ലേ അത്. വിശേഷ ബുദ്ധി പടച്ചോൻ കൊടുക്കാത്ത ഒരു മൃഗമാണ്. ആ മൃഗം മരിക്കണ സമയത്ത് പോലും, മരണവെപ്രാളത്തിൽ പോലും അത് ഓർത്തത് അതിൻ്റെ മക്കളെ കുറിച്ചാണ്. ചായ്പിൽ എൻ്റെ 4 കുട്ടികളുണ്ട്, അവസാനമായിട്ട് എൻ്റെ കുട്ടികൾക്ക് പാല് കൊടുക്കണം. ആ മരണവെപ്രാളത്തിൽ ഓടിയത് കുട്ടികളെടുത്തേക്കാണ് അവയ്ക്ക് പാല് കൊടുക്കാൻ. അതാണല്ലേ നമ്മളൊക്കെ, അതല്ലേ നമ്മൾ അമ്മമാർ, അതാണ് ഓരോ അമ്മമാരും. ആ സ്നേഹം കുട്ടികളിലേക്ക്
ഇഷ്ടത്തോടെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ സ്നേഹം നമുക്കൊക്കെ ഉണ്ട്. നമ്മളൊക്കെ ഇത്രയും സ്നേഹം കൊണ്ട് നടക്കുന്നവരാ, ഇത്രയേറെ സ്നേഹം ഉള്ളിൽ വെച്ച് നടക്കുന്നവരാ. പക്ഷേ കുട്ടികൾക്കത് എത്തണം, അവരിലേക്കത് എത്തണം. അതാണ് കൊടുക്കണം എന്ന് പറയുന്നത്, പ്രകടിപ്പിക്കണം. അത് അവർക്ക് ഉണ്ടെന്ന് മനസ്സിലാവണം. എൻ്റെ ഉമ്മാക്ക് എന്നോട് സ്നേഹമാണ് കേട്ടോ. എനിക്ക് എന്തുണ്ടെങ്കിലും ആരെല്ലാം തള്ളി പറഞ്ഞാലും, എവിടെയെല്ലാം ഏതെല്ലാം ചതിക്കുഴികളിൽ വീണാലും അവിടുന്ന് എണീറ്റ് വരുന്നത് നമ്മളടുത്ത് പറയണം, ഉമ്മാൻ്റെ അടുത്ത് പറയണം, നമ്മളടുത്തത് പറയണം. എൻ്റെ ഉമ്മ ഉണ്ടാവും എൻ്റെ കൂടെ, എന്നെ തള്ളിക്കളയൂല. ആരൊക്കെ എന്നെ തള്ളി പറഞ്ഞാലും അമ്മ എന്നെ തള്ളിക്കളയില്ല, എൻ്റെ കൂടെ ഉണ്ടാവും, താങ്ങും തണലുമായി എൻ്റെ കൂടെ ഉണ്ടാവും എന്ന ധൈര്യം ഉണ്ടെങ്കിൽ നമ്മൾ തീർക്കുന്ന ആ വലയത്തിൽ നിന്നും ഒരു ചതിക്കുഴിയിലും നമ്മളെ കുഞ്ഞുങ്ങൾ പെട്ടുപോകില്ല, എവിടേക്കും അവർ മാറിപ്പോവില്ല. നമ്മളെ കൂടെ ഉണ്ടാവും എന്നും താങ്ങും തണലുമായിട്ട്. ഇന്ന് നമ്മൾ അവർക്ക് വേണ്ടി വിരിക്കുന്ന ആ ചിറകിൻ്റെ മുകളിൽ താങ്ങായും തണലായും നാളെ അവർ വളരും. ഒന്ന് പെയ്താ മതി, നമ്മൾ മഴവില്ലായിക്കൊണ്ട് അവർ മാനം മുട്ടെ വിരിഞ്ഞു നിൽക്കും. അതാണ് നമ്മുടെ മക്കൾ. അപ്പോൾ സ്നേഹമാണ് കൊടുക്കേണ്ടത്. സ്നേഹമുണ്ട് നമുക്കൊക്കെ, സ്നേഹം തന്നെയാണ്. പക്ഷെ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടതെന്നറിയോ? കുട്ടികളുടെ സ്നേഹ കടാക്ഷം അമ്മയും അച്ഛനുമാണ്. അമ്മയ്ക്ക് ഭയങ്കര സ്നേഹമാണ്. അമ്മ കൈ പിടിച്ച് വലിച്ച് അമ്മേൻ്റെ അടുത്ത് കൊണ്ടുപോയി ഇന്ന് പുന്നാരിക്കുക, അമ്മൻ്റെ മോളെ പൊന്നെ കരളെ ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിക്കൊടുക്കുക, ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. അച്ഛനും അച്ഛൻ്റെ സൈഡിലേക്ക് വലിച്ചിട്ട് അച്ഛൻ്റെ പൊന്നാണ് കരളാണ് പുന്നാരിക്കുക. അങ്ങനെയല്ല സ്നേഹിക്കേണ്ടത്. അച്ഛനും അമ്മയും ചേർന്ന് നിന്നിട്ട് വേണം സ്നേഹിക്കാൻ. അതിന് നമ്മൾ കീരും പാമ്പും പോലെ ആയാൽ ശരിയാവുമോ? കുടുംബമാണല്ലേ. കൂടുമ്പോൾ എന്താ ഉണ്ടാവേണ്ടത്? ബോംബോ? കൂടുമ്പോൾ എന്താ ഉണ്ടാവേണ്ടത്? എന്താ എണ്ണയാളെ ഉണ്ടാവേണ്ടത്? നിങ്ങളൊക്കെ ഇങ്ങനെ സീരിയസ് ആയിരിക്കണേ. കൂടുമ്പോൾ വെരി ഗുഡ്, വെരി ഗുഡ്. കൂടുമ്പോൾ ഒന്ന് മൈക്കിൽ പറഞ്ഞു. ഒരടുപ്പം കൂടുതലായിട്ടുള്ള ഒരു ഇമ്പം. വെരി ഗുഡ്, ദാറ്റ് ഇസ് ഇമ്പം. കൂടുമ്പോൾ ബോംബല്ല, ഇമ്പാണ് ഉണ്ടാവേണ്ടത്. ഇമ്പം എന്ന് പറഞ്ഞാൽ എന്താ? രസം. ഉമ്മയും ഉപ്പയും കൂടെ കൂടുമ്പോഴേ അവിടെ ഇമ്പം ഉണ്ടാവണം. ജോലി കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് എനിക്ക് എൻ്റെ വീട്ടിലേക്ക് വരണം എന്നാണ് തോന്നേണ്ടത്. എന്താ അവിടേക്ക് പോയിട്ട് കുറച്ച് നേരം കൂടെ അവരോട് വർത്താനം പറഞ്ഞിരിക്കാം, കുറച്ച് നേരം കൂടെ ഫ്രണ്ട്സിൻ്റെ കൂടെ സമയം ചിലവഴിക്കാം, കുറച്ച് നേരം കൂടെ കവലയിൽ സമയം കളയാം തോന്നരുത്. ജോലി കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് എനിക്ക് ഓളെടുത്ത് എത്തണം, എനിക്ക് ഓളെ മുഖം കാണണം എന്ന് പറയുമ്പോൾ അവിടെ സ്നേഹം ഉണ്ടാവും. അങ്ങനെ പറയണമെങ്കിൽ ഓളെ മുഖം എങ്ങനെയാവണം? എല്ലാ അവളുമാരുടെയും, ഞാനടക്കമുള്ള എല്ലാ ഓളുമാരുടെയും മുഖം ചിരിക്കുന്ന മുഖമാവണം. ഇങ്ങനെ നിന്ന് ആർക്കെങ്കിലും ഇഷ്ടമുണ്ടാവുമോ? ഉണ്ടാവുമോ? ചിരി പോലും എന്താണ്? പുഞ്ചിരി പോലും പുണ്യമാണ് അല്ലേ? പുഞ്ചിരിക്കുന്നത് പുണ്യമാക്കപ്പെട്ട ഒരു കാര്യമാണ്. എല്ലാ മതത്തിലും ഒരുപോലെ പറയുന്നുണ്ട്, നിങ്ങൾ പുഞ്ചിരിക്കുക, നിങ്ങൾ പുഞ്ചിരിയിലൂടെ സ്നേഹം പ്രകടിപ്പിക്കുക. നമുക്കൊക്കെ ഒരു പിശുക്കല്ലേ ചിരിക്കാൻ. ഇനി ചിരിൻ്റെ വേറൊരു കാര്യം കൂടെ പറഞ്ഞു തരട്ടെ. ചിരിച്ചാൽ സൗന്ദര്യം കൂടുണ്ണിയാളെ. എന്നാ പിന്നെ ഞങ്ങൾ ചിരി നിർത്തണമില്ല. അടുത്ത ആഴ്ച ഇവിടെ പാരൻസ് മീറ്റിംഗ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ പ്ലസന്റ് സ്കൂളിലേക്ക് പാരൻസ് മീറ്റിങ്ങിന് വരുമ്പോൾ എൻ്റെ താത്തയാണോ, നിൻ്റെ ചേച്ചിയാ, കുട്ടീൻ്റെ അടുത്തേ നിൻ്റെ ചേച്ചിയാണോ എന്നൊക്കെ ചോദിച്ചാൽ പിന്നെ കഴിഞ്ഞ് ഇല്ലേ. പിന്നെ പാരൻസ് മീറ്റിങ്ങിന് വരാൻ നമുക്ക് വല്ലാത്തൊരു ത്വരയായിരിക്കും. പിന്നെ എന്ത് വന്നാലും വാപ്പാനെ പറഞ്ഞേക്കില്ല, ഞാൻ പോയിക്കൊണ്ട്. അപ്പോൾ ആ രൂപത്തിൽ പ്രായം കുറഞ്ഞ ചർമ്മമായി മാറണമെങ്കിൽ, പ്രായം കുറഞ്ഞ സ്കിന്നായി എപ്പോഴും സൗന്ദര്യം നിലനിർത്തണമെങ്കിൽ പുഞ്ചിരിക്കുക, ചിരിക്കുക. ചിരി സൗന്ദര്യം വർദ്ധിപ്പിക്കും. ഇനി നിങ്ങൾക്ക് മെഡിക്കലി പ്രൂവ് ചെയ്ത് തരണമെങ്കിൽ പറയാം, നമ്മൾ ഫേസിൽ അറൗണ്ട് 13 മസിൽസ് ആണുള്ളത്. ചിരിക്കുന്ന സമയത്ത് ഈ 13 മസിൽസും സൈമിൾട്ടാനിയസ്ലി അവർ മൂവ് ആവും, അവർ ചലിക്കും. ഈ മസിൽസ് മൂവ് ആവുക എന്ന് പറയുന്നത് നമ്മൾ എക്സസൈസൊക്കെ ചെയ്യുന്നത് എന്തിനാ? എന്തെങ്കിലും അസുഖം വന്ന് ഡോക്ടറെ അടുത്ത് പോയി ഡോക്ടർ ആദ്യം പറയും എക്സസൈസ് ചെയ്യണം, ഭക്ഷണം കുറയ്ക്കണം, എക്സസൈസ് ചെയ്യണം ഇല്ലേ. മരുന്നിൻ്റെ കൂട്ടത്തിൽ പ്രിസ്ക്രൈബ് ചെയ്യുന്ന 2 സാധനങ്ങളാണ് ഭക്ഷണം കുറയ്ക്കുക, എക്സസൈസ് ചെയ്യുക. എക്സസൈസ് എന്ന് വെച്ചാൽ എന്താ? അങ്ങനെ വീട്ടിൽ ഇരുന്നിട്ടാണ് എക്സസൈസ് ചെയ്യുക. നമ്മൾ മസിൽസ് മൂവ് ചെയ്തിട്ടാണ്, മസിൽസിൻ്റെ മൂവ്മെൻറ്റ് വേണം. അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മസിൽസ് എപ്പോഴാണോ മൂവ് ചെയ്യുന്നത് ആ സമയത്ത് മസിൽസിൻ്റെ ഉള്ളിലുള്ള കുറേ ഡെബ്രിസസ് ഒക്കെ പുറത്തു പോകും, കുറേ എനർജിയൊക്കെ അങ്ങനെ
വേസ്റ്റായി പോകുന്നുണ്ട്. അങ്ങനെയാണ് ആ മസിൽ ടോൺ ഇമ്പ്രൂവ് ആയി ഹെൽത്ത് നിലനിർത്താൻ പറ്റുന്നത്. അതുപോലെ ഫേസിൽ ഈ മസിൽസ് മൂവ് ആകുമ്പോൾ ഫേസ് എപ്പോഴും മൂവിങ് ആണ്. ഈ മസിൽസ് മൂവ് ആകുമ്പോൾ അത് ഹെൽത്തി ആൻഡ് എനർജറ്റിക് ആയിട്ടിരിക്കും. സോ സൗന്ദര്യം വർദ്ധിക്കും. അപ്പോൾ എല്ലാവരും ഒന്നും ചിരിച്ചാണേ. നിങ്ങളെ കുട്ടികളൊക്കെ പോയി ചിരിപ്പിച്ച് വിട്ടിട്ടുള്ളൂ. നിങ്ങളിങ്ങനെ ഗൗരവത്തിൽ നിന്നാൽ ശരിയാവുമോ? ഇന്നലെ കൗൺസിലിങ്ങിന് വന്ന ഒരു കുട്ടി 10th പഠിക്കുന്ന കുട്ടിയാണ്. ഓൾക്ക് പഠിക്കാനിരുന്നാ തലവേദന. ഓൾ പറഞ്ഞ പരാതി എന്താണെന്നറിയോ? സ്കൂളിൽ നിന്ന് ഇൻ്റർവെല്ലിനും പിന്നെ ലഞ്ച് ബ്രേക്കിലൊക്കെ പ്ലാൻ ചെയ്യും. ഇന്ന് ചെന്നിട്ട് ഞാൻ 4 മണിക്കൂർ പഠിക്കും, എന്നിട്ട് ഞാൻ നേരത്തെ കിടന്നുറങ്ങി 4 മണിക്ക് എണീക്കും, 4 മണി മുതൽ 7 മണി വരെ ഞാൻ അല്ലേ പല പ്ലാനിങ്ങുകളും നടക്കലുണ്ട് അല്ലേ. ഇതൊക്കെ കുറേ കേട്ടിട്ടുണ്ട് ഇല്ലേ? നിങ്ങൾ കേട്ടതല്ലേ? ആദ്യം നമ്മളടുത്ത വന്ന് പറയും, അമ്മ ഇന്ന് എന്നെ പിടിച്ചാൽ കിട്ടൂല, ഇന്ന് ഞാൻ എന്തായാലും പഠിക്കും. പുസ്തകം ഇങ്ങോട്ട് തുറക്കലും അമ്മ തലവേദന എടുക്കമ്മ, അല്ലെങ്കിൽ ഇന്ന് ഉറങ്ങിയിട്ട് നാളെ മുതലിട്ട് തുടങ്ങിയാൽ മതിയോ? അപ്പോൾ നമുക്ക് എന്ത് കയറും? കാലിൻ്റെ വിരലും വന്ന് ഒരു സാധനം ഇങ്ങനെ കയറും ഇല്ലേ? നിങ്ങൾക്കൊന്നും കയറില്ല, എനിക്ക് മാത്രം കയറില്ലുള്ളൂ ഇല്ലേ? ഒരു പ്രത്യേക ഫീലിംഗ് ഇങ്ങനെ കയറാനുണ്ട്. അവിടെ തുടങ്ങി എന്ത് അടി, പിന്നെ ആകെ മൊത്തം സംഗതി പൂരക്കളാണ് അവിടെ. അപ്പോൾ ഇതാണ് ഈ കുട്ടി പറയണത്. അപ്പോൾ പുസ്തകം തുറക്കുമ്പോഴത്തേന് എനിക്ക് തലവേദന വരികയാണ്, അവൾക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, പുസ്തകം തുറന്നാൽ അപ്പോൾ തലവേദന വരികയാണ്. കൗൺസിലിംഗ് അമ്മേനെ പുറത്തിരുത്തിട്ട് കൗൺസിൽ ചെയ്യുന്ന സമയത്ത് ഓക്കൊരു തലവേദനയില്ല, ഓക്കൊരു ഉറക്കമില്ല. ഓളെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അയൽവക്കത്തെ വീട്ടിലെ ഉമ്മ, അവളുടെ കൂടെ പഠിക്കുന്ന കുട്ടീൻ്റെ അമ്മ ഭയങ്കര തമാശയാണ് എന്ന് കേൾക്കുന്നുണ്ടെങ്കിലൊക്കെ. ഇനി കുറച്ച് ഫലിതങ്ങളുടെ ബുക്കൊക്കെ വാങ്ങിപ്പോയിക്കോളി പെരയ്ക്ക് പോകുമ്പം. ഭയങ്കര തമാശയാണെന്ന് അമ്മ ഓരോ കോപ്രായത്തരങ്ങളൊക്കെ കാണിച്ചിട്ട് ഇവരെ ചിരിപ്പിക്കും. ഇവർ പെൺകുട്ടികളൊക്കെ കളിക്കുന്ന സമയത്ത് ഉമ്മയും വന്ന് തമാശ പറഞ്ഞിട്ട് ഇവരുടെ കൂടെ കളിച്ചിട്ടൊക്കെ ഈ മക്കളെ ചിരിപ്പിക്കും. എൻ്റെ ഉമ്മ ഭയങ്കര സീരിയസാണ്. എന്ത് ചെയ്താലും ഉമ്മ അത് ചെയ്തിട്ടില്ലേ, ഇത് ചെയ്തിട്ടില്ലേ, നല്ല മാർക്കൊക്കെ വാങ്ങി വന്നാൽ ഉമ്മ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് കരയാൻ തുടങ്ങും. അവിടെ ഉമ്മ സീരിയസാണ്. സന്തോഷം വന്നാലും ഉമ്മ കരയും, സങ്കടം വന്നാലും ഉമ്മ കരയും. ഉമ്മ ഭയങ്കര സീരിയസ് ആണ്. അപ്പോൾ അത് കാണുമ്പോൾ എൻ്റെ ഉമ്മ ഇങ്ങനെ സീരിയസ് ആവണത് എന്താ? അപ്പോൾ ഉമ്മ ചിരിക്കാത്തതുകൊണ്ട് എനിക്കും ചിരിക്കാൻ തോന്നില്ല. അപ്പോൾ ചിരിക്കാണ്ട് നിന്ന് എൻ്റെ മസിൽസ് ഒന്നും മൂവ് ആവാതെ എനിക്ക് തലവേദന തുടങ്ങി. അതാണ് പ്രശ്നം. ഉമ്മയാണ് പ്രശ്നം. ഞാൻ എന്തെങ്കിലും പാത്രം കഴുകാൻ ഉമ്മൻ്റെ അടുത്ത് പറയും. 2 പാത്രം കഴുകി കഴിയുമ്പോഴത്തേന് 3ാമത്തെ പാത്രത്തിനോട് എനിക്കൊരു ദേഷ്യം വരും. അപ്പോൾ ഞാൻ 3ാമത്തെ പാത്രം കഴുകാതെ ഇട്ടാലും ഉമ്മ തുടങ്ങും, ഒരു പണിയും നിന്നെ ഏൽപ്പിച്ചിട്ട് കാര്യമില്ല, പഠിക്കില്ല, പണിയെടുക്കില്ല. അതൊക്കെ കുറേ കേട്ടിട്ടുണ്ട്. ആണോ? പഠിക്കുമല്ല എന്നാൽ അമ്മേനൊന്ന് സഹായിക്കുമോ? അതുമില്ല. അപ്പോൾ ഉമ്മ ഇതങ്ങോട്ട് പറയുമ്പോൾ എനിക്ക് വല്ലാത്തൊരു ദേഷ്യം ഇങ്ങോട്ട് കയറും. അതാണ് പ്രശ്നം. അതാണ് നമ്മളെയൊക്കെ പ്രശ്നം. അപ്പോൾ അതിനുള്ളൊരു ടിപ്പ് ഞാൻ പറഞ്ഞുതരട്ടെ. ഒരിക്കലേ ഒരു കഥയാണ് കേട്ടോ. ഈ കഥയിൽ നിന്ന് നിങ്ങൾ ഊഹിച്ചെടുക്കണം വാട്ട് വിൽ ഡു. ഒരിക്കൽ ഒരു രാജാവിന് 3 ആൺകുട്ടികളാണുള്ളത്. അപ്പോൾ രാജാവ് എപ്പോഴാണ് മരിക്കുക എന്നറിയാനൊരാഗ്രഹം. ഹലോ, ഇവിടെ ഉണ്ടെല്ലാവരും? രാജാവ് എപ്പോഴാണ് മരിക്കുക എന്നറിയാനൊരാഗ്രഹം. രാജാവ് എന്ത് ചെയ്തു? ആ നാട്ടിലുള്ള എല്ലാ ജ്യോത്സ്യന്മാരെയും വിളിച്ചു കൊണ്ടുവരികയാണ്. അങ്ങനെ ആദ്യത്തെ ജ്യോത്സ്യൻ വന്നിട്ട് ജ്യോത്സ്യൻ്റെ അടുത്ത് ചോദിക്കും, അല്ല ഞാൻ എപ്പോഴാണ് മരിക്കുക എന്ന് ചോദിക്കും. അപ്പോൾ ഈ ജ്യോത്സ്യൻ പറയും, രാജാവേ, ഇങ്ങനെ എല്ലാം നോക്കിയിട്ട് കണക്കൊക്കെ നോക്കിയിട്ട് പറയാണ്, രാജാവേ വളരെ ദുഃഖമുള്ളൊരു വാർത്തയാണ്. രാജാവിൻ്റെ 3 മക്കളും 3 മക്കളും ജീവിച്ചിരിക്കെ രാജാവ് മരണപ്പെടുന്നു. ഉടനെ തന്നെ എന്ത് ചെയ്തു? ഉടനെ തന്നെ ഇയാളെ തൂക്കിലേറ്റുക എന്ന് വിധിച്ച് അയാളെ തൂക്കിക്കൊന്ന്. അപ്പം തന്നെ അയാളെ തലയറുത്ത് കൊന്ന്. 2ാമത്തെ ജ്യോത്സ്യൻ പേടിച്ച് വരികയാണ്. എന്താ അപ്പോൾ പറയുക? കണക്ക് നോക്കിയപ്പോൾ ഇയാൾക്കും കിട്ടിയത് ഇത് തന്നെ, മക്കൾ ജീവിച്ചിരിക്കെ അച്ഛൻ മരിക്കും. ഈ ജ്യോത്സ്യൻ പറഞ്ഞു, രാജാവേ, നിങ്ങളെ 3 മക്കൾ മരിച്ചാലും നിങ്ങൾ മരിക്കൂല കേട്ടോ. ഭയങ്കര സന്തോഷമായി. ആണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രാജ്യത്തിൻ്റെ പകുതി മൂപ്പർക്ക് എഴുതി കൊടുത്തോളി. ഇതെന്താ പറഞ്ഞത്? 2 ഒരേ കാര്യമല്ലേ? പറഞ്ഞത് 2 ഒരേ കാര്യമല്ലേ? ആദ്യം എന്താ പറഞ്ഞത്? നിങ്ങളുടെ
3 മക്കളും കാണെ നിങ്ങൾ മരണപ്പെടും. രണ്ടാമത് പറഞ്ഞത് നിങ്ങൾ മരിച്ചാലും നിങ്ങളെ 3 മക്കളും മരിക്കൂല കേട്ടോ. രണ്ടും ഒരു കാര്യമല്ലേ പറഞ്ഞത്. അത് പറഞ്ഞതിലാണ് മാറ്റം. അത് പറഞ്ഞതിലാണ് മാറ്റം. ആദ്യത്തേത് ഭയങ്കര സാഡിൽ, ഭയങ്കര സങ്കടത്തിൽ, വല്ലാത്തൊരു കാര്യം എന്ന് പറഞ്ഞിട്ട് പറയാണ്. സ്വാഭാവികമായിട്ടും ഇയാളെ മൂടും മാറി, കൊല്ലാൻ വിധിച്ച്. രണ്ടാമത് ഭയങ്കര ഹാപ്പിനെസ്സിലാണ് പറയണത്, നിങ്ങൾ 3 കുട്ടികളും ജീവിച്ചിരിക്കും. സംഗതി മൂപ്പര് മരിക്കുന്നുണ്ട് എന്നുള്ള അവിടെ അപ്പോഴും ഉണ്ട്, രാജാവ് മരിക്കുന്നുണ്ട് എന്താണെങ്കിലും. പക്ഷേ ഹൗ കമ്മ്യൂണിക്കേറ്റ്, അത് എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്, അതെങ്ങനെയാണ് പ്രകടിപ്പിച്ചത് എന്നതിലാണ്. അങ്ങനെ ചിന്തിച്ച് പ്രകടിപ്പിക്കണമെങ്കിൽ ഒരു വേർഡ് ഉണ്ട്. നമ്മൾ പണ്ടെപ്പോഴോ നമ്മളെ ഡിക്ഷണറിയിൽ നിന്ന് വലിച്ചെറിഞ്ഞൊരു വാക്ക് എന്താണെന്നറിയോ? ക്ഷമ. പണ്ടൊക്കെ ഉണ്ടായിന് നമുക്ക്, കുറേ മുന്നേ ഭയങ്കര ക്ഷമേന് നമുക്കൊക്കെ. ഇപ്പം അതൊന്നും ഇല്ല. ആ ക്ഷമ എന്ന് പറയുന്ന, സഹനം എന്ന് പറയുന്ന ആ 2 വേർഡ്സും നമ്മുടെ ഡിക്ഷണറിയിൽ നമ്മൾ എഴുതി ചേർത്താൽ തീരാവുന്നതേ ഉള്ളൂ. നമ്മളെ 32 ഇയേഴ്സിൽ, അല്ലെങ്കിൽ നമ്മളെ 35-ൽ, നമ്മളെ 40-ൽ, നമ്മളെ 45-ൽ നിന്നിട്ട് 13-ലേക്ക് നമ്മൾ ചിന്തിക്കരുത്. 13-ലേക്കും 15-ലേക്കും 17-ലേക്കും നമ്മുടെ പ്രായത്തിൽ നിന്നിട്ടല്ല ചിന്തിക്കേണ്ടത്. അവരുടെ ചെരുപ്പിലേക്ക് ഇറങ്ങിപ്പോണം, അവരുടെ പ്രായത്തിലേക്ക് ഇറങ്ങിപ്പോണം. നമുക്കുണ്ടായിരുന്നില്ലേ അങ്ങനൊരു കാലം? ഇല്ലേ? ഉമ്മയായി ജനിച്ച് വന്നവരാണോ? അല്ല, ഉമ്മ എന്ന് പറയുന്ന പൗറായിട്ട് വന്നവരല്ല. ആ ഒരു പ്രായത്തിലൂടെ കടന്നു വന്നവരാണ്. ഇവരുടെ പ്രായം എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു പ്രായമാണ്. ഒരു ചില്ലു കൊട്ടാരം പോലെയാ. ചെറിയൊരു കല്ലെറിഞ്ഞാൽ മതി, അത് പൊട്ടി തകർന്ന് വീണ്ടും നിർമ്മിക്കാൻ പറ്റാത്ത രീതിയിൽ തകർന്നു പോവും. കല്ലെറിയാൻ അനുവദിക്കരുത്, ആരെയും സമ്മതിക്കരുത്. അങ്ങനെ ആവണമെങ്കിൽ കുട്ടിയുടെ വിശ്വാസം, കുട്ടിയുടെ താങ്ങും തണലും എല്ലാം നമ്മളായി മാറണം. അതിന് കൊടുക്കേണ്ടത് സ്നേഹമാണ്. പരസ്പരം സ്നേഹിക്കുന്ന മാതാപിതാക്കളാണ്. അമ്മയും അച്ഛനും സ്നേഹിക്കുന്നത് കാണണം. 24 മണിക്കൂറും വഴക്കും വക്കാണവും കലഹവും ആയൊരു വീട്ടിൽ നിന്ന് സ്നേഹം തേടി പോകുന്നതിൽ ആ കുഞ്ഞിനെ നമ്മൾ കുറ്റം പറയാൻ പറ്റുമോ? സ്നേഹം തിരിഞ്ഞു പോവാം. അവൾക്ക് ഇഷ്ടമുള്ള സാഹചര്യങ്ങളിലേക്ക് അവൾ പോയേക്കാം. ഇഷ്ടത്തിനെ തേടി അവനും അവളും ഇറങ്ങിപ്പോയേക്കാം. ആരോടാ നമ്മൾ ചോദിക്കുക? ആരോടാ നമ്മൾ മറുപടി പറയുക? ആരെയും കുറ്റപ്പെടുത്താൻ പറ്റൂല. ഒരേ ഒരു കുറ്റക്കാരൻ നമ്മൾ 2 പേരും മാത്രമാണ്. അവിടെ സ്നേഹമാണ് കാണിച്ചു കൊടുക്കേണ്ടത്. അമ്മയും അച്ഛനും തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ് ആണ്, മനസ്സിലാക്കലാണ്. വ്യത്യസ്തരാണ്, തികച്ചും വ്യത്യസ്തരാണ് ആണും പെണ്ണും. ശരീരം കൊണ്ട് മാത്രമല്ല, ചിന്ത കൊണ്ടും, മാനസികമായ ചിന്തകൾ കൊണ്ട്, ഇമോഷൻസ് എല്ലാം ഡിഫറെൻ്റാണ്. 2 പേരും 2 സാഹചര്യങ്ങളിൽ വളർന്നു വന്നവരാണ്. 2 തരം ഇഷ്ടങ്ങളാണ്, 2 അനിഷ്ടങ്ങളാണ്, എല്ലാം വ്യത്യസ്തങ്ങളാണ്. പക്ഷേ മനസ്സിലാക്കുക എന്നുള്ളൊരു സാധനമുണ്ട്. അയാൾ മൂപ്പരങ്ങനെയാണ്, അവൾ ഇങ്ങനെയാണ് എന്നുള്ള ഒരു മനസ്സിലാക്കലിൽ നിന്നും ഉണ്ടാവുന്ന ഒരു സ്നേഹമുണ്ട്. ആ സ്നേഹമാണ് കുട്ടികൾക്ക് പകർന്നു കൊടുക്കേണ്ടത്. ആ സ്നേഹത്തിലാവണം അവർ വളരേണ്ടത്. ആ സ്നേഹത്തിൽ നിന്നുമുള്ള ഊർജമാവണം അവരുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തേണ്ടത്. അത്തരം സ്നേഹം വീടിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ വേറെ ഒരു സ്വർഗവും അവർക്ക് ഉണ്ടാവില്ല. വീടാണ് സ്വർഗം എന്നവർ പറയും. ഇതാണ് എൻ്റെ സ്വർഗം, ഇവിടെ നിന്ന് കിട്ടാത്തത് എനിക്ക് വേറെ എവിടെ നിന്നാണ് കിട്ടുക? അപ്പോൾ ഈ 0 മുതൽ 2 വയസ്സ് വരെയുള്ള ഈ ഒരു പ്രായത്തിന് ടച്ച് പീരീഡ് എന്നാണ് പറയുന്നത്. ടച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ തൊടുക. മാക്സിമം അല്ലേ കുട്ടീനെ നമ്മൾ കെട്ടിപ്പിടിച്ചും ഉമ്മ കൊടുത്തും എപ്പോഴും നമ്മളെ കൂടെ തന്നെ ഉണ്ടാവും. 2 വയസ്സായ ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ നിർബന്ധമായും നമ്മൾ പാല് കൊടുക്കേണ്ട സമയമാണ് അല്ലേ? 2 വയസ്സ് വരെയുള്ള കുട്ടിക്ക് ഏറ്റവും കൂടുതൽ അമ്മയുടെ മുലപ്പാലിൻ്റെ ന്യൂട്രീഷൻ ആ കുട്ടിയുടെ ഗ്രോത്തിന് എസെൻഷ്യലാണ്, നിർബന്ധമായിട്ടും കിട്ടിയിരിക്കണം. 2 വയസ്സ് വരെ നിർബന്ധമായി നമ്മൾ അമ്മയ്ക്ക് എന്തെങ്കിലും അസുഖങ്ങളില്ലാത്ത പക്ഷം തീർച്ചയായും നമ്മൾ കുഞ്ഞിനെ പാലൂട്ടിയിരിക്കണം 2 വർഷം. ആ ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ മടിയിൽ കിടത്തി കുഞ്ഞിന് പാല് കൊടുക്കുകയാണ്. കുഞ്ഞിന് പാല് കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലേ, കുഞ്ഞിൻ്റെ കണ്ണ് ഉണർന്നിരിക്കുകയാണെങ്കിൽ ആരെയാ നോക്കുക കുട്ടി? ആകാശത്തേക്കാ? നമ്മളെയല്ലേ നോക്കുക. ഇത് മടിയിൽ കിടക്കുമ്പോൾ അതിൻ്റെ കണ്ണ് നമ്മളെ മുഖത്താണ് ഉണ്ടാവുക. നമ്മൾ തല തിരിക്കുന്നതിനനുസരിച്ച് അതിൻ്റെ കണ്ണും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആവും. ഇമ വെട്ടാതെ നമ്മളിങ്ങനെ നോക്കി നിൽക്കും. നമ്മളെ കണ്ണോ? കണ്ണില്ലേ? നമ്മളെ കണ്ണെവിടെയാ? അത് പിന്നെ പാക പാലെടുക്കുമ്പോഴല്ലേ ഇപ്പോൾ ഫോൺ എടുക്കാൻ പറ്റിയൊരു സമയം.
ആ ആകെ ഫോൺ പാലെടുക്കുമ്പോഴാ അപ്പോൾ ഇതൊന്ന് മെസ്സേജ് വന്നോ ചാറ്റ് ചെയ്യേണ്ട ഒരു സമയം ആകെ പാലെടുക്കുമ്പോഴാണ്. അപ്പോൾ പിന്നെ ഇപ്പോൾ ഫോൺ എടുത്തിട്ടില്ലെങ്കിൽ ശരിയാവുമോ? അപ്പോൾ നമ്മളെ കണ്ണ് കുട്ടിൻ്റെ കണ്ണിലല്ല. ഈ കയ്യിൽ കുട്ടിയാണെങ്കിൽ ഈ കയ്യിൽ ഫോണ്, ഈ കയ്യിൽ കുട്ടിയാണെങ്കിൽ ഈ കയ്യിൽ ഫോണ്. ഇല്ലാത്തതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാനടക്കം നമ്മൾ ഓരോരുത്തരും അങ്ങനെയല്ലേ? ആണോ? പരസ്യമായിട്ട് വീഡിയോ എടുക്കുന്നുണ്ട് ആണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ എങ്ങനെയാണെന്ന് പറയാ? ആണ്. അത് തന്നെയാണ് യാഥാർത്ഥ്യം. നമുക്ക് ഫ്രീ ടൈം കിട്ടണത് അപ്പോഴാണ്. പക്ഷേ ഈ ഒരു ഐ ടു ഐ കോണ്ടാക്റ്റിൽ പോലും കുഞ്ഞിന് വളർച്ച ഉണ്ട്, കുഞ്ഞ് പഠിക്കുന്നുണ്ട്, കുഞ്ഞ് വളരുന്നുണ്ട്, കുഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. മാറണ്ടേ? നമ്മളൊക്കെ മാറണോ? ഇനിയിപ്പോൾ എന്താ കാട്ടുമല്ലേ? പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഈ 0 to 2 years ടച്ചിൻ്റെ സമയമാണ്. അത് കൊടുക്കേണ്ട പോലെ കൊടുക്കുക, വാരി പുണരുക, ഉമ്മ കൊടുക്കുക, കെട്ടിപ്പിടിക്കുക, താലോലിക്കുക. അത് കഴിഞ്ഞ് 2 to 6 years 2 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള സമയം ഒരു രക്ഷയില്ല അല്ലേ? ഇല്ലേ? ഒരു രക്ഷയില്ലാത്ത പീരീഡാണ്. അങ്ങ് വിട്ടു പോവുകയും ചെയ്ത് എന്നാലോ ദൂരേക്ക് അങ്ങ് മാറ്റാനായോ? അതുമില്ല. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ കിടന്നിങ്ങനെ പിരി കൊള്ളണ പ്രായമാണ്. ഏറ്റവും കൂടുതൽ നമ്മൾ സ്ട്രഗിൾ ചെയ്യണ പ്രായമാണ് 2 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുരുത്തക്കേടിൻ്റെ പ്രായം. എല്ലാ ഭ്രാന്തുകളും ഈ സമയത്തല്ലേ? 3-ാം വയസ്സിൽ മൂച്ചിപ്പിരാന്ത്, 4-ാം വയസ്സിൽ നട്ടപ്പിരാന്ത്, 5-ാം വയസ്സിൽ കൊഞ്ചിപ്പിരാന്ത്. ഞങ്ങൾ നിലമ്പൂരൊക്കെ എങ്ങനെ പറയും? നിങ്ങളെവിടെ പറയോ? താനൂര് പറയലുണ്ടോ? ഇല്ലമ്മ പറയില്ല. ഞങ്ങളവിടെ പറയും 3-ാം വയസ്സിൽ മൂച്ചിപ്പിരാന്ത്, 4-ാം വയസ്സിൽ നട്ടപ്പിരാന്ത്, 5-ാം വയസ്സിൽ കൊഞ്ചിപ്പിരാന്ത്. ഈ 5 ഭ്രാന്തും കൂടെ ആകെ മൊത്തം ടോട്ടൽ മേയ്ക്കുന്ന ആൾ നമ്മളാണ്. ഈ പീരീഡ് കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ട സാധനമാണ് ട്രസ്റ്റ് എന്ന് പറയുന്ന സാധനം. ട്രസ്റ്റ് അല്ല, ട്യൂൺ. കുട്ടികളെ ട്യൂൺ ചെയ്യേണ്ട സമയമാണ്. ട്യൂൺ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളുടെയൊക്കെ വീട്ടിൽ നമ്മുടെ റേഡിയോ ഉണ്ടോ? റേഡിയോ പണ്ടത്തെ ആൾക്കാർക്കൊക്കെ അറിയുണ്ടാവും. റേഡിയോ നമ്മളിങ്ങനെ ട്യൂൺ ചെയ്യും. റേഡിയോ ഓൺ ചെയ്യുന്ന സമയത്ത് ഒരു ഓ എന്നുള്ള സൗണ്ടാണ് ഉണ്ടാവുക അല്ലേ? കേൾക്കില്ല. പാട്ടും ന്യൂസും നമുക്ക് ശരിക്കും കേൾക്കാൻ പറ്റില്ല. നമ്മളത് ട്യൂൺ ചെയ്യുന്ന സമയത്ത് അതിങ്ങനെ ക്ലിയറായി ഏറ്റവും ക്ലാരിറ്റി ഉള്ള സൗണ്ടായിട്ട് വരും ഇല്ലേ? അങ്ങനെയാണ് റേഡിയോ. അതിനാണ് ട്യൂണിങ് എന്ന് പറയുന്നത്. ആ പീരീഡാണ് കുട്ടികളുടെ ഈ സമയം 2 to 6 years എന്ന് പറയുന്നത്. അവരെ ട്യൂൺ ചെയ്തെടുക്കുകയാണ് കഥയിലൂടെ. അവർ കളിക്കാൻ പഠിക്കുന്ന സമയം, അവർ സംസാരിക്കാൻ പഠിക്കുന്നത്, അവർ പെരുമാറാൻ പഠിക്കുന്നത്, അവർ ഇടപഴകാൻ പഠിക്കുന്നത്, ഇതെല്ലാം അവർ പഠിക്കുന്ന സമയമാണ് 2 to 6 years എന്ന് പറയുന്നത്. ഈ ഓരോന്നിലും, കളിയിലും സംസാരത്തിലും ഇടപഴകലുകളിലും അവരുടെ ഓരോ മാറ്റങ്ങളിലും അവരുടെ ഓരോ വളർച്ചകളെയും നമ്മൾ ട്യൂൺ ചെയ്തെടുക്കണം. ശരി എന്താണ്, തെറ്റെന്താണ് എന്ന് അവർ മനസ്സിലാക്കുന്ന സമയമാണ്. ഈ സമയത്ത് അതുപോലെ അവരെ ട്യൂൺ ചെയ്യുക, താങ്ങും തണലുമായി നിന്ന് ഏറ്റവും കൂടുതൽ അവർ നമ്മളടുത്ത് സംസാരിക്കുന്ന സമയമാണ് അല്ലേ? എല്ലാ അമ്മേൻ്റെ അടുത്ത് വന്നിട്ട് ഷെയർ ചെയ്യുന്ന സമയമാണ്. അപ്പോൾ കൊടുക്കാൻ നമുക്ക് സമയമില്ലെങ്കിൽ നേരത്തെ പോലെ ചെന്നൈയിലേക്കോ അല്ലെങ്കിൽ ബോംബെക്കോ ഒക്കെ വണ്ടി കയറും, അല്ലെങ്കിൽ തിരഞ്ഞു പോവും. ഷെയർ ചെയ്യാൻ ആളെ കിട്ടും. നമ്മളെയൊന്നും കാലമല്ല 8-ാം ക്ലാസ്സിലോ 9-ാം ക്ലാസ്സിലൊക്കെ എത്തുമ്പോഴേ അന്നൊക്കെ ഷെയർ ചെയ്യാൻ ആളുണ്ടാവുമായിരുന്നുള്ളൂ. ഇന്ന് LKG തന്നെ തുടങ്ങും. LKG തന്നെ ഷെയറിങ്ങോ ഗിഫ്റ്റിങ്ങോ ഒക്കെ തുടങ്ങണ പ്രായമാണ് അല്ലേ? നമുക്ക് അത്ഭുതമൊന്നുമില്ല. കുട്ടികളുടെ സംസാരങ്ങളോ നമ്മളെടുത്തുള്ള അവരുടെ ആറ്റിറ്റ്യൂഡൊക്കെ കണ്ടാൽ തന്നെ നമുക്കറിയാം. കാരണം നമ്മളെക്കാളും ബുദ്ധി കൂടുതലുള്ള കുട്ടികളാ. ഞാൻ നേരത്തെ മക്കൾക്ക് പറഞ്ഞു കൊടുത്തിരുന്നു. ഓരോ ബുദ്ധി എത്രയാണെന്നറിയോ നിങ്ങൾക്ക്? 1800 ക്യൂബിക് സെൻറ്റിമീറ്റേഴ്സാണ്. നമുക്ക് 1500 ഉള്ളൂ. ഉമ്മ എന്ന് പറഞ്ഞ് ഞെളിഞ്ഞ് നടക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. മൊബൈലിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ചെയ്യണമെങ്കിൽ മോളെ ഒന്നിങ്ങ് വന്നേ എന്ന് പറഞ്ഞ് വിളിക്കും. ആരെ? എടീന്ന് പറഞ്ഞ് നെട്ടിച്ച് നിർത്തുന്ന നമ്മൾ മോളെ എന്ന് പറഞ്ഞ് വളരെ ഭവ്യതയിൽ വളരെ താഴ്ന്നു പോകുന്ന സ്നേഹത്തോടെ വിളിക്കും. ഇതൊന്ന് ചെയ്തെന്നാ ഏത്? അപ്പോൾ അവിടെ ആര് വേണം? അവിടെ മോള് വേണം അല്ലേ? അല്ലെങ്കിൽ മോന് വേണം. അപ്പോൾ ടെക്നോളജിക്കലി അവർ നമ്മളൊക്കെ മുകളിലാണ്. ഈ ടെക്നോളജിക്കൽ IQ ബുദ്ധി അവർക്ക് കൂടാൻ കാരണം അവരുടെ ബുദ്ധിക്ക് നമ്മളെ ബുദ്ധിയേക്കാൾ കപ്പാസിറ്റി ഉണ്ട്. അപ്പം നമ്മളോലെ മുന്നിൽ ഓടണം. ഇത്രയും ഞാൻ ഓരൊക്കെ എത്ര ഓണം ഏറെ ഉണ്ടതാന്നും പറഞ്ഞ് ഇരുന്നാൽ നമ്മളവിടെ ഇരിക്കേണ്ടി വരും. കൂടെയല്ല
മുന്നിൽ ഓടണം നമ്മൾ, അല്ലെങ്കിൽ നമ്മളെ ഓവർടേക്ക് ചെയ്ത് അവർ ഓടും. പഠിച്ച കള്ളന്മാരാ, വിളവന്മാരാണ്. എന്താണ്, എന്താ പറയുക, വിളവന്മാരെന്ന് പറയും. ഇവിടെ പറയലുണ്ടോ വിളവ്? വേറെ എന്തെങ്കിലും വാക്കുണ്ടോ അതിന്? വിളവ് തന്നെയല്ലേ പറയാ അല്ലേ? അപ്പോൾ വിളവന്മാരാണ്. അപ്പോൾ നമ്മളും കുറച്ച് വിളവെത്തിയാളൊക്കെ ആയി ഒരേ കൂടെ അങ്ങനെ അങ്ങോട്ട് പോയാൽ വേറെ ഏതിലേക്കും അട്രാക്റ്റഡ് ആവില്ല. അവർ പറയുന്നത് കേൾക്കാൻ സമയം വേണം, ഉൾക്കൊള്ളാൻ സമയം വേണം, അവരെ മനസ്സിലാക്കാൻ സമയം വേണം, അതിന് സ്നേഹം കൊടുക്കണം, പരസ്പരം സ്നേഹിക്കുന്ന അമ്മയും അച്ഛനുമായി മാറണം. അതൊക്കെ കഴിഞ്ഞ് 6 വയസ്സ് മുതൽ 13 വയസ്സ് വരെയുള്ള സമയം നമ്മളെടുത്തുനിന്ന് ഇങ്ങനെ പതുക്കെ പതുക്കെ തെന്നി മാറുന്ന സമയമാണ് അല്ലേ? ഇല്ലേ? ആ കെട്ടിപ്പിടുത്തവും ഉമ്മ വെക്കലും ഒക്കെ ഒന്ന് കുറയും. അല്ലെങ്കിൽ സ്കൂളിലേക്ക് പോകുമ്പോഴും ഒന്ന് മാന്തി പിടിച്ച് ഉമ്മഞ്ചിട്ട് പോവും. സ്കൂളിൽ നിന്ന് വന്നാൽ ആ വിയർപ്പും ചളിയും ഒക്കെ പാടെ കെട്ടിപ്പിടിച്ച് മേലാക്കും. അങ്ങനെയൊക്കെ ചെയ്യുന്ന ആള് ചില ദിവസങ്ങളൊക്കെ ഉമ്മയും വെക്കാണ്ട് അല്ലെങ്കിൽ പറയാണ്ടൊക്കെ അങ്ങനെ ഇറങ്ങിപ്പോവും. ഫസ്റ്റ് ദിവസം പോയി, 2ാമത്തെ ദിവസം പോയി, 3ാമത്തെ ദിവസം മുതൽ നമുക്കത് ശീലമാവും. ഫസ്റ്റ് ദിവസം പോകുമ്പോൾ അവിടെ പിടിക്കണം, ഇങ്ങോട്ട് വാ, തരേണ്ടത് തന്നിട്ട് പോ. 2ാമത്തെ ദിവസം അവൾ മറക്കൂല, 2ാമത്തെ ദിവസം ഓന് മറക്കൂല. അത് ചോദിച്ച് വാങ്ങണം. എന്താണ് എൻ്റെ കുട്ടീൻ്റെ മാറ്റം? എവിടെയാണ് അവൾക്ക് മാറ്റം വരുന്നത്? എവിടെയാണ് അവൻക്ക് മാറ്റം വരുന്നത്? അത് കണ്ടുപിടിക്കാൻ പറ്റണ്ടേ? നമുക്ക് പറ്റൂല്ലെങ്കിൽ വേറെ ആർക്കാ കഴിയുക? നമുക്ക് ഒരാളെ ഉള്ളൂ നോക്കാൻ. ടീച്ചേഴ്സിന് 50 പിള്ളേരുണ്ട്. ഈ 50 പേരെയും നോക്കണം, 50 പേരെയും അനലൈസ് ചെയ്യണം. നമുക്കൊരൊറ്റ ഒരാളെ നോക്കാനുള്ളൂ. നമ്മളറിയുന്ന അത്രേ, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന അത്രേ, നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന അത്രേ വേറെ ആരെ കൊണ്ട് കഴിയും? ആ മാറ്റം ഉൾക്കൊള്ളാൻ പറ്റണം. എൻ്റെ കുഞ്ഞിന് എന്തോ മാറ്റം സംഭവിക്കുന്നുണ്ട്, എന്തോ മാറുന്നുണ്ട്. അതിനനുസരിച്ച് അവളിലേക്ക് നമ്മൾ മാറുക, നമ്മളും അവളിലേക്ക് മാറുക. പണ്ടത്തെ എൻ്റെ കാലം ചിന്തിക്കുക, അന്ന് എങ്ങനെയായിരുന്നു, അന്ന് എന്തൊക്കെയായിരുന്നു ഞാൻ, എങ്ങനെയൊക്കെയായിരുന്നു ഞാൻ. ആ ഒരു കമ്പാരിസൺ വരിക കുട്ടികളുടെ കാര്യത്തിൽ. അപ്പോൾ 6 വയസ്സ് മുതൽ 13 വയസ്സ് വരെയുള്ള സമയം നമ്മളിൽ നിന്നും അകന്നു പോകുന്ന സമയമാണ്. ഈ സമയത്ത് വേണ്ടത് ട്രസ്റ്റാണ്. കുട്ടികൾക്ക് നമ്മൾ കൊടുക്കേണ്ടത് ട്രസ്റ്റ്, അവർക്കൊരു വിശ്വാസം, അവർക്ക് എന്തും വന്ന് പറയാനുള്ള സ്വാതന്ത്ര്യമാണ് കൊടുക്കേണ്ടത്, എന്തും സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം. 0 to 2 years എന്താ കൊടുത്തത്? നിങ്ങളിവിടെ ഉണ്ടോ? ഹലോ, നേരത്തെ ഇത്രയും സ്മാർട്ടായിട്ട് എൻചാൻറ്റിങ് ആയിട്ട് എനർജറ്റിക് ആയിട്ട് ഇരുന്ന കുട്ടികളുടെ അമ്മമാരാണ് നിങ്ങൾ. നിങ്ങളടുത്തുനിന്ന് പഠിച്ചതല്ലേ ഇതൊന്നും? അല്ലേ? ആണോ അല്ലേ? എന്തെങ്കിലും ഒന്ന് മൊഴിയൂ പ്ലീസ്. തീർച്ചയായും അതെ അല്ലേ? നിങ്ങളടുത്തുനിന്ന് പഠിച്ചത് തന്നെ. അഭിമാനത്തോടെ പറയണം, ഞാൻ വളർത്തിയതാ. നമ്മളെങ്ങനെയാ, കുട്ടി നല്ല മാർക്കൊക്കെ വാങ്ങി അല്ലെങ്കിൽ ഓട്ട മത്സരത്തിലൊക്കെ ഫസ്റ്റ് വാങ്ങി വന്നാൽ എൻ്റെ കുട്ടി എന്ന് പറഞ്ഞാൽ നമ്മളങ്ങോട്ട് വലിച്ചു പിടിക്കും അല്ലേ? എൻ്റെ കുട്ടിയാണ്, നമ്മളും പിടിക്കും. മൂപ്പര് അതിനൊക്കെ ഊക്കിൽ അങ്ങോട്ട് വലിക്കും, എൻ്റെ കുട്ടിടി, എൻ്റെ കുട്ടിയാ. കുരുത്തക്കേട് കാണിച്ചാലോ എൻ്റെതല്ലേ, പിന്നെ എങ്ങനെയാ? അപ്പം നമ്മൾ പറയും നിങ്ങളതല്ലേ, പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നിങ്ങളെല്ലാ ഗുണങ്ങളും അതുപോലെ ഉണ്ട്. അങ്ങനെയല്ല കേട്ടോ. 23 സെറ്റ് ഓഫ് ക്രോമസോം, 23 സെറ്റ് ക്രോമസോം ഉമ്മാൻ്റെയും 23 സെറ്റ് ക്രോമസോം വാപ്പാൻ്റെയാണ്. പകുതിയും പകുതിയാക്കി എടുത്താൽ മതി. അത് കുരുത്തക്കേടാണെങ്കിലും നല്ല കാര്യമാണെങ്കിലും പപ്പ ആദി പകുതി മൂപ്പർക്കും കൊടുക്കുക, പകുതി നിങ്ങൾ കൊടുക്കുക. നല്ലത് ചെയ്താൽ ഇൻ്റെതും ചീത്തത് ചെയ്താൽ മൂപ്പരതും അല്ല, നമ്മളതാണ്. അങ്ങനെ ആലോചിച്ച് നോക്കി, സൃഷ്ടിപ്പിൻ്റെ ഒരു വൈവിധ്യം നിങ്ങൾ ഓർത്തു നോക്കൂ. പകുതിയും പകുതിയാക്കിയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. 2 പേർക്കും ക്ലെയിം ചെയ്യാനുള്ള അവകാശമില്ല, 2 പേർക്കും ഒരുപോലെയാണ് അവകാശമുള്ളത്. ഒരാൾക്കും മുൻതൂക്കമില്ല, ഒരുപോലെയാണ്. വയറ്റിൽ കൊണ്ട് നടക്കുന്നത് നമ്മളാ അല്ലേ? വയറ്റിലേക്ക് നിക്ഷേപിച്ചത് മൂപ്പരാണെങ്കിലും കൊണ്ട് നടക്കുന്നതും അത് വളർത്തി വലുതാക്കി പോറ്റുന്നതും നമ്മളാ. പക്ഷെ മുൻതൂക്കം ആ ശരീരത്തിൽ കൊടുത്തോ? കുട്ടിയുടെ ശരീരത്തിൽ അതിൻ്റേതായ മാറ്റങ്ങൾ അമ്മയിലേക്ക് കൂടുതലായിട്ട് ജനറ്റിക്കലി എന്തെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മൾ ക്ലെയിം ചെയ്യും, തെളിയിക്കും നമ്മൾ എൻ്റെതാണെന്ന് പറഞ്ഞിട്ട്. അപ്പം ദൈവം എന്ത് ചെയ്തു? അത് വേണ്ട, ഇളവന്മാരാണ് എല്ലാവരും, പകുതിയും പകുതിയാക്കി എടുക്കട്ടെ. നോക്കൂ നിങ്ങൾ, വൈവിധ്യമാർന്ന സൃഷ്ടിപ്പാണ് നമ്മൾ ഓരോരുത്തരും, ഓരോ മനുഷ്യരും. അപ്പോൾ 2 ആണെങ്കിലും നമ്മൾ 2 ആളും അങ്ങോട്ട് മുറിച്ചെടുക്കുക, പകുതിയും പകുതി എടുക്കുക.
മറ്റത് വേണ്ട, നെഗറ്റീവ് നമുക്ക് കേൾക്കണ്ട. നെഗറ്റീവ് മുറിച്ചെടുക്കാൻ ആർക്കും ഇഷ്ടമുണ്ടാവില്ല അല്ലേ? മുഴുവനായിട്ട് തന്നാലും പകുതി തന്നാലും നമുക്ക് വേണ്ട, നല്ലത് മാത്രം കേൾക്കട്ടെ. എൻ്റെ കുട്ടിയാണ് എന്ന് പറയാൻ അഭിമാനിക്കാൻ പറ്റണം. അതിന് ഓര് തയ്യാറായിക്കണേ ഇല്ലേ? മക്കൾ തയ്യാറായിട്ടാണ് അപ്പം നിങ്ങളിങ്ങോട്ട് വിളിച്ചത്. അവർക്കൊരു ലക്ഷ്യമുണ്ട്, എല്ലാവർക്കും ലക്ഷ്യങ്ങളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്, സ്വപ്നങ്ങളുണ്ട്, സന്തോഷിക്കണം എന്ന ആഗ്രഹമുണ്ട്. അതിലേക്ക് വളരെ ചിന്തയോടെ, വളരെ ബുദ്ധിപരമായിട്ട് നോ പറയേണ്ടടുത്ത് നോ പറയാനും റിജക്ഷൻ ചെയ്യേണ്ടടുത്ത് റിജക്റ്റ് ചെയ്യാനും പറ്റുന്ന ഒരു മൈൻഡ് സെറ്റപ്പിലാണ് ഇപ്പോൾ കുട്ടികളൊക്കെ ഉള്ളത്. പക്ഷേ അതിനുള്ളൊരു പ്ലാറ്റ്ഫോം നിങ്ങൾ വീട്ടിലുണ്ടാക്കി കൊടുക്കണം, അതിനുള്ള ഊർജം നിങ്ങൾ കൊടുക്കണം. അവരവരുടെ ഭാഗം ക്ലിയർ ചെയ്യും. പഠിക്കേണ്ട മെത്തേഡ് അല്ലേ, എല്ലാം നമ്മൾ പറഞ്ഞില്ലേ, എങ്ങനെ പഠിക്കണം, ഏത് രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കണം, ഇതൊക്കെ ഞങ്ങൾ തമ്മിൽ ഷെയർ ചെയ്തു. ഇനി അതിനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. അതിന് വീട്ടിൽ സ്നേഹം വിരിയട്ടെ. നിങ്ങൾ രണ്ടുപേരും, അമ്മയും അച്ഛനും, അങ്ങേയറ്റം സ്നേഹമുള്ളവർ, അങ്ങേയറ്റം സ്നേഹം പ്രകടിപ്പിക്കുന്നവർ, അങ്ങേയറ്റം മനസ്സിലാക്കുന്നവരായി മാറണം. ആ സ്നേഹത്തിൽ വളരണം നമ്മുടെ മക്കൾ. ആ സ്നേഹമാവണം അവരുടെ ഊർജം. അപ്പോൾ 0 to 2 years നമ്മൾ ടച്ച് കൊടുക്കേണ്ട സമയമാണ്. 2 വയസ്സ് മുതൽ 6 വയസ്സ് വരെ കുട്ടികളെ ട്യൂൺ ചെയ്യേണ്ട സമയമാണ്. 6 വയസ്സ് മുതൽ 13 വയസ്സ് വരെ അവർക്ക് ടോക്ക്, അവരടുത്ത് സംസാരിക്കേണ്ട സമയമാണ്. 13 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള സമയം ട്രസ്റ്റ്, അവർക്ക് വിശ്വാസ്യത, നമ്മളടുത്ത് വിശ്വാസം ഉണ്ടാവേണ്ട സമയം. ഇത്രയും കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്തു പോന്നാലേ അവസാനമുള്ള 13 മുതൽ 18 വയസ്സ് വരെയുള്ള ആ ട്രസ്റ്റ് ഉണ്ടല്ലോ, അതുണ്ടാവുള്ളൂ. ഒരു 13 മുതലാണ് നമ്മളടുത്തേക്ക് കൗൺസിലിങ്ങിന് കൊണ്ടുവരിക. ഡോക്ടറെ എന്നോടൊന്നും പറയണില്ല, ഓളെ ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടില്ല, ഇനി ഓളിന്നോടിത് ചെയ്യും. എത്ര അമ്മമാരോ അച്ഛന്മാരോ പറയാറെന്നറിയാം, എത്ര ഉമ്മമാർ വന്ന് കരഞ്ഞിട്ടുണ്ട്. ഓള് ഞങ്ങളോടിത് ചെയ്യുമെന്ന് വിചാരിച്ചില്ല. എങ്ങനെ ഓള് ചെയ്യാതെക്കുക? ഓക്ക് കിട്ടേണ്ട സ്നേഹം അവിടെ നിന്ന് വീട്ടിൽ നിന്ന് കൊടുത്തിട്ടില്ല. സ്നേഹിച്ചിട്ടുണ്ടാവും, നമ്മൾ ഇൻഡിവിജ്വലി ഓരോരുത്തരിരുന്ന് സ്നേഹിച്ചിട്ടുണ്ടാവും. അങ്ങനെയല്ല, രണ്ടുപേരും സ്നേഹിക്കണം. എന്തുണ്ടെങ്കിലും എൻ്റെ ഉമ്മാൻ്റെ അടുത്ത് വന്ന് പറയാനുള്ള ധൈര്യം, എൻ്റെ ഉമ്മാൻ്റെ അടുത്ത് പറഞ്ഞാൽ അത് കേൾക്കും. നേരത്തെ നമ്മളൊരു അനുഭവം പങ്കുവെച്ചില്ലേ ഇല്ലേ? ടീനേജാണ് അവരുടെയൊക്കെ പ്രായം. പലരും വായി നോക്കാനുണ്ടാവും. ഇല്ല, എന്തെല്ലാവരും തല താഴ്ത്തിയിരിക്കണ്? മക്കളെ, നേരത്തെ നിങ്ങൾ ഇങ്ങനെയല്ലായിരുന്നല്ലോ. ഞാനൊരു കഥ പറഞ്ഞപ്പോൾ ഓലൊക്കെ ഒരു ശുഷ്കാന്തി കാണണമായിരുന്നു. ഓലൊക്കെ ഒന്ന് സട കുടഞ്ഞ് എണീറ്റിരുന്ന് നട്ടലൊക്കെ നേരെയാക്കി ഇങ്ങോട്ട് ഇരുന്നിട്ട് ആ ഡോക്ടറെ പറഞ്ഞോളി, ഭയങ്കര ഉഷാറിയുന്നവർക്ക്. അപ്പോൾ ആ കഥയിൽ ഇതുപോലൊരു അനുഭവം ഉണ്ടായപ്പോൾ ഒരു പയ്യന് വായ നോക്കുന്നുണ്ട്, എന്നെ നോക്കിയിരിക്കണുണ്ട്, 3 വർഷത്തോളമായി എന്നെ നോക്കിയിരിക്കണമെന്ന് ഉമ്മാൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഉമ്മ പിടിച്ച് വലിച്ചിട്ടിട്ട്, എടി ഇനി മേലിൽ നീ അവനെ നോക്കിയാൽ കരുതിക്കോ. അങ്ങനെ ചീത്ത പറഞ്ഞാൽ എന്താ സംഭവിക്കുക? ഞാൻ പിന്നെ അവനെ നോക്കൂല എന്നാണ് ആരെ വിചാരം? നമ്മളെ വിചാരം അല്ലേ? കുട്ടി ആ വഴി കൂടെ പോവുകയും ചെയ്യും, അവനെ നോക്കുകയും ചെയ്യും, നമ്മളോട് പറയണത് അങ്ങോട്ട് നിർത്തിയാ പോരെ? അപ്പോൾ ഏത് രാജാവിൻ്റെ അടുത്ത് പിന്നെ അവർ രാജാവിനെ ഏത് വിധമാണോ കൈകാര്യം ചെയ്തത്, അതുപോലെ ഏത് രൂപേണയാണ് ആ ഒരു സിറ്റുവേഷൻ കൈകാര്യം ചെയ്യേണ്ടത് എന്ന യുക്തി നമുക്കാണ് ഉണ്ടാവേണ്ടത്. അവിടെ വഴക്ക് പറയുകയോ അല്ലെങ്കിൽ അവരെ ഒറ്റയടുക്ക് വെട്ടൊന്ന് കഷ്ണം 2 എന്നുള്ള രീതിയിൽ അവരെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചാൽ പിന്തിരിയൂല. അതവിടെ കണ്ടിന്യൂ ചെയ്യും. കാരണം അവരുടെ ഇമോഷൻസിൻ്റെ, അവരുടെ ശരീരത്തിൽ വരുന്ന മാറ്റമാണ് അത്. അവരുടെ ശരീരത്തിൽ വരുന്ന മാറ്റമാണ്. അവരുടെ ശരീരം അങ്ങനെയാണ്, ആ മനസ്സും ചിന്തകളും അങ്ങനെയാണ് ആ സമയത്ത് ഉണ്ടാവുക. അതിനെ നമ്മളിലേക്ക് ആകൃഷ്ടരാക്കിക്കൊണ്ട് എല്ലാം നമ്മളോട് പറയുന്ന രീതിയിൽ, നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് വേണ്ടത്. അതിനാണ് ടോക്ക്. ആ ടോക്കിംഗ് പീരീഡ്, സംസാരിക്കുന്ന സമയം. സ്കൂള് വിട്ട് വന്നാൽ ഇന്നെന്തൊക്കെയാ അടുത്ത് അല്ലേ? അറിയാണ്ട് അതൊരു ഷെഡ്യൂൾഡ് സാധനം പോലെയാ അല്ലേ? ഒരു ടൈം ടേബിൾ പോലെയാണ്, അലാറം വെച്ച പോലെയാ. കുട്ടി കയറി വരുമ്പോൾ തന്നെ ഇന്ന് എന്തൊക്കെയാ എടുത്ത്? പലപ്പോഴും ഞാനൊക്കെ ചോദിക്കണ ചോദ്യം, ഇന്ന് എന്തൊക്കെയാ എടുത്ത്? ആകെ കുട്ടി അല്ലെങ്കിൽ തന്നെ 6-7 പീരീഡ് സ്കൂളിലിരുന്ന് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് വരിക. ആ വീട്ടിൽ വന്നിട്ട് ഇന്ന് എന്തൊക്കെയാ എടുത്ത്, ഇന്ന് എന്തൊക്കെയാ ഹോംവർക്ക്? നമുക്ക് ഹോംവർക്ക് അല്ല അറിയേണ്ടത്. ഹോംവർക്ക് ഇല്ല എന്ന് പറഞ്ഞാൽ നമുക്കൊരു റിലാക്സേഷൻ അല്ലേ? ആണെങ്കിൽ ആണെന്ന് പറഞ്ഞാൽ മതി.
അല്ലേ? എനിക്കങ്ങനെയാ, ഹോംവർക്ക് ഇല്ല അമ്മ, അന്നൊന്നും ഹോംവർക്ക് ഇല്ല എന്ന് എൻ്റെ അടുത്ത് വന്ന് പറയാം. അപ്പോൾ എനിക്ക് ഭയങ്കര റിലാക്സേഷനാണ്. ഓ ഭാഗ്യം, ഞാനാണോ ഹോംവർക്ക് ചെയ്യണത്? അല്ലല്ലോ. പക്ഷേ ആ റിലാക്സേഷനും നാളെ എക്സാമാന്ന് പറഞ്ഞാലുണ്ടാവുന്ന സ്ട്രെസ്സും ആർക്കാ? ആക്ച്വലി നമ്മളാണത് അനുഭവിക്കുന്നത്. ആ സ്ട്രെസ്സും റിലാക്സേഷനും ഒക്കെ അനുഭവിക്കുന്നത് കുഞ്ഞിനൊക്കെ നമ്മളാണ്. അതാണ് മാറേണ്ടത്, അതാണ് നമ്മൾ മാറ്റേണ്ടത്. എക്സാമിനുപരി, ക്ലാസ് പോർഷൻസിലുപരി, അക്കാഡമിക്കൽ കാര്യങ്ങളിൽ ഉപരിയായിട്ട് കുഞ്ഞിന് കിട്ടുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇന്ന് എന്തൊക്കെയാണ് സ്കൂളിൽ ഉണ്ടായത് കുഞ്ഞോ? കൂടെ ഇരുത്തിയിട്ട്, മടിയിലിരുത്തിയിട്ട് സംസാരിക്കണം. വിയർപ്പ് മണത്തോട്ടെ, ചെളി ഉണ്ടായിക്കോട്ടെ, വേഗം പോയി കുളിക്ക്, നിൻ്റെ ബാത്റൂം പോയി നിൻ്റെ സോപ്പ് എടുത്ത് നിൻ്റെ തോർത്തുമുണ്ട് എടുത്തിട്ട് കുളിക്ക്, എന്നിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് വാ, ഭക്ഷണം കഴിക്ക്, പഠിക്കാനിരിക്ക്, ഭക്ഷണം കഴിക്ക്, കളിക്ക്. അങ്ങനെയല്ല, നമ്മളടുത്ത് സംസാരിക്കാനുണ്ടാവും. അത് കൂടെ ഇരുത്തി ചോദിച്ചറിയണം, മനസ്സിലാക്കണം. അത് ശീലമാകുമ്പോൾ കുഞ്ഞിനതൊരു ശീലമാവും. വന്ന് കയറുമ്പോൾ തന്നെ നമ്മളടുത്ത് വന്ന് അറിയാണ്ട് വാ തോരാതെ പറയും. വാ തോരാണ്ട് നമ്മളടുത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും, എല്ലാം പറയും. എനിക്കെല്ലാം പറയാൻ പറ്റുന്ന ഒരു കുമ്പസാരക്കൂടാണ് എൻ്റെ അമ്മ എന്ന ചിന്ത ആ കുഞ്ഞു മനസ്സിൽ നമ്മൾ കൊത്തിവെക്കണം. അപ്പോൾ ഷെയർ ചെയ്യാൻ ആരെയും തിരഞ്ഞു പോവില്ല. മറ്റൊരാൾ കേൾക്കാനിരുന്നാലും പറയാൻ നമ്മളെ കുഞ്ഞ് തയ്യാറാവില്ല. കാരണം നമ്മളുണ്ട് സ്നേഹിക്കാനും ട്രസ്റ്റ് ചെയ്യാനും അവരെ സംരക്ഷിക്കാനും കാക്കാനും താങ്ങും തണലുമായി മാറാനും കരുതാനും നമ്മളുണ്ട്. അമ്മയുണ്ട്, അച്ഛനുണ്ട്. ആ ഒരു സംരക്ഷണ ബോധമാണ് കുഞ്ഞിന് നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത്. അതിന് കൊടുക്കേണ്ട സമയത്ത് തന്നെ കൊടുക്കുക. കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് ഒന്ന് ചിന്തിച്ചിട്ട്, പറയുന്നതിൻ്റെ മുന്നേ ഒന്ന് നമ്മൾ ചിന്തിക്കുക, ഇങ്ങനെ പറഞ്ഞാലുള്ള എഫക്റ്റ് എന്തായിരിക്കും, ഗുഡ് ഓർ ബാഡ്, എന്താണോ ഒരു നെഗറ്റീവ് എഫക്റ്റ് ആണോ പോസിറ്റീവ് എഫക്റ്റ് ആണോ ഉണ്ടാവുക എന്നുള്ളത് നമ്മളൊന്ന് റീതിങ്ക് ചെയ്യുക, ഒന്നുകൂടെ ചിന്തിക്കുക മനസ്സിലിട്ടിട്ട്. അങ്ങനെ പറയണോ, അങ്ങനെ പറയാവോ എന്നുള്ളത് മനസ്സിലൊന്ന് ഓർക്കുക. അപ്പോൾ ഏറ്റവും നല്ല അമ്മമാരായി എല്ലാം വന്ന് പറയാൻ പറ്റുന്ന എൻ്റെ ചങ്കു, നേരത്തെ ഞങ്ങൾ പറഞ്ഞിരുന്ന ഏറ്റവും എന്താ നിങ്ങൾ പറഞ്ഞ ബെസ്റ്റ് അല്ലേ, എല്ലാം പറയാൻ പറ്റുന്ന, എനിക്ക് വേണ്ട രൂപത്തിലുള്ള ഉപദേശം തരുന്ന എൻ്റെ റോൾ മോഡലായി എൻ്റെ ബെസ്റ്റി, ചങ്ക്, കരള്, ഇതൊക്കെ ആരാ? ഞാൻ ചോദിച്ചോക്കട്ടെ, നിങ്ങളെ ചങ്കാരാ? മക്കളെ നിങ്ങളോടെ ചോദിക്കണേ. ഡോക്ടറെ നിങ്ങൾ വല്ലാത്ത പണിയാണ് കാട്ടുന്നത്, ഈ ഇമ്മാനെ ഒപ്പിരുത്തി കണ്ട് നിങ്ങളെ ചങ്കാരെന്ന് ചോദിച്ചാൽ എന്താ പറയാ? ഉമ്മയാണോ? എത്ര പേർക്ക് പറയാൻ പറ്റും? എനിക്ക് എല്ലാം എൻ്റെ ഉമ്മാൻ്റെ അടുത്ത് പറയാമെന്ന് ധൈര്യമായിട്ട് കൈ പൊക്കിക്കോളി. കാരണം അത് ഉമ്മമാർക്ക് അതൊരു പാടാണ്. വെരി ഗുഡ്. അപ്പം നിങ്ങളെ മാനേജ്മെൻറ്റ് പറഞ്ഞത് കറക്റ്റാ. പ്ലസൻ്റ് സ്കൂളിലത്തെ പാരൻസും കുട്ടികളൊക്കെ ദ ബെസ്റ്റ് പാരൻസ് എവർ ആൻഡ് ദ ബെസ്റ്റ് സ്റ്റുഡൻസ് എവർ ആണെന്ന്. സന്തോഷമായില്ലേ? അപ്പോൾ നിങ്ങൾക്കൊക്കെ ആ ഒരു ആത്മവിശ്വാസം ഉണ്ട്. എനിക്ക് എൻ്റെ ഉമ്മാൻ്റെ അടുത്തൊക്കെ പറയാം അല്ലേ, എല്ലാം പറയാനും എല്ലാം കേൾക്കാനുള്ള മനസ്സുള്ള അത്രയും സ്നേഹനിധിയായ അമ്മമാരും ആ സ്നേഹം അതുപോലെ തിരിച്ചു കൊടുക്കുന്ന മക്കളുമായി നല്ല പൂമ്പാറ്റകളായി പൂക്കളിലൂടെ പാറിപ്പറക്കുന്ന കളർഫുള്ളായ എല്ലാവർക്കും കണ്ണിന് കുളിരേകുന്ന കുളിർമയായി മാറുന്ന നല്ല മക്കളായി മാറട്ടെ. നാളെ അഭിമാനിക്കുന്ന അമ്മമാരും അച്ഛന്മാരും എൻ്റെ കുട്ടിയാണ് എന്ന് പറഞ്ഞ് അഭിമാനിക്കത്തക്ക രീതിയിൽ മക്കൾ ഓരോരുത്തരും വളരട്ടെ എന്ന് ആശംസിക്കുകയാണ്, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. നന്മ വരട്ടെ. നന്ദി, നമസ്കാരം. മക്കളുടെ അടുത്തൊക്കെ ഒരു പേപ്പർ ഉണ്ടോ? കിട്ടാത്തവരുണ്ടോ? കിട്ടാത്തവർ വാങ്ങിക്കുക കേട്ടോ. പേപ്പറും പേനയും എടുത്തിട്ട് ആ പേപ്പറിൽ പേരെഴുതാതെ 3 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. 3 ചോദ്യങ്ങളാണ്, പേരെഴുതണ്ട കേട്ടോ. 3 ചോദ്യങ്ങളാണ് ഉള്ളത്. ആദ്യത്തെ ചോദ്യം, പേനയില്ലേ? പേന ആരെങ്കിലും കയ്യിൽ എക്സ്ട്രാ പേന ഉണ്ടെങ്കിൽ ഇല്ലാത്തവർക്ക് കൊടുക്കൂ. പറയാം അല്ലേ? കണ്ടീഷൻസ്: പേരെഴുതരുത്, കോപ്പി അടിക്കരുത്. കോപ്പി അടിക്കരുത് കേട്ടാ. അവനവൻ്റെ ചിന്തകളും അവനവൻ്റെ കാര്യങ്ങളും മാത്രമാണ് എഴുതേണ്ടത്. പേരെഴുതാതെ ബാക്കിൽ ബോക്സ്, എവിടെ? മുന്നിലെ ബാക്കിലാ?
ബോക്സ് ഉണ്ട്, ബോക്സ് പുറത്തുണ്ട്, ബോക്സിൽ പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാം. ഓക്കെ? വളരെ ആത്മാർത്ഥമായിട്ട് ജെന്യൂനായിട്ട് മാത്രം ആൻസർ ചെയ്യുക. പിന്നെ വേറൊരു കണ്ടീഷൻ, അമ്മമാർ നോക്കി നിൽക്കണ്ട. അമ്മമാർക്കൊരു എപ്പോഴും നമുക്കൊരു ടെൻഡൻസി ഉണ്ട്, എന്താ എഴുതണത് ഇല്ലേ, അതിലേക്കൊരു നോട്ട് അറിയാതെ വരും, ഇടയ്ക്കൊരു പിച്ചും കൊടുക്കും, അങ്ങനെ അല്ലടി. അപ്പോൾ ആ നോട്ട് ഇവിടെ വേണ്ട, അവർ സ്വതന്ത്രരായി അവരുടെ ചിന്തകൾ എഴുതട്ടെ. ഓക്കെ? വേണമെങ്കിൽ നിങ്ങൾക്ക് അമ്മമാരുടെ അടുത്ത് നിന്ന് മാറി ബാക്കിലൊക്കെ പോയിരിക്കാം കേട്ടോ. വേണമെന്നില്ല, അമ്മമാർ നോക്കൂല, അമ്മമാർ നേരെ തന്നെ നോക്കിയിരിക്കും, എൻ്റെ മുഖത്തേക്ക് എന്നെ നോക്കും. അപ്പോൾ ആദ്യത്തെ ചോദ്യം, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു കാര്യം. ക്വസ്റ്റ്യൻ ഒന്നുകൂടി ക്ലിയർ ചെയ്ത് തരാം. നിങ്ങളുടെ വീട്ടിൽ എപ്പോഴും അങ്ങനെ ആയിരുന്നെങ്കിൽ, അങ്ങനെ ആവണം, നിങ്ങൾ ചിലരൊക്കെ മുഖം പൊത്തിച്ചിരിക്കുന്നുണ്ട്, അങ്ങനെ ആവണം, എപ്പോഴും എൻ്റെ വീട് അങ്ങനെയാണെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരു സാധനം ഉണ്ടാവുമല്ലോ അല്ലേ? അതെ, വാട്ട് എവർ ഇറ്റ് ഈസ്, എന്തോ ആവാം. അതിപ്പോൾ എനിക്കെന്താ എടി എനിക്കെന്താന്ന് ചോദിച്ചു ഓളത് നോക്കി എഴുതണ്ട, അവനവൻ എന്താണോ എന്ന് വെച്ചാൽ അത് എഴുതുക. എൻ്റെ വീട് എങ്ങനെയാവണം, മനസ്സിലായോ? എൻ്റെ വീട് എങ്ങനെയാവണം എന്നത് ആദ്യത്തെ ചോദ്യം. എഴുതിയോ? ഇത്ര തോന്നെ ആലോചിക്കണ്ടപ്പോഴേ അതൊക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എഴുതിക്കോ, സമയം എടുത്ത് എഴുതിക്കോ. എൻ്റെ വീട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഭക്ഷണം കഴിക്കണതാവാം അല്ലേ, തിന്നണതേ. സെക്കൻഡ് ക്വസ്റ്റ്യൻ പറയട്ടെ, വീട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത, അല്ലെങ്കിൽ ഞാൻ ഏറ്റവും സങ്കടപ്പെടുന്ന, വീട്ടിൽ ഞാൻ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്ന ഒരു കാര്യം, ഒരു സിറ്റുവേഷൻ, ഒരു സാഹചര്യം. അത് വ്യക്തികളാവാം, സാഹചര്യങ്ങളാവാം, അനുഭവങ്ങളാവാം, എന്തുമാവാം. എനിക്ക് ഇഷ്ടമില്ലാത്തെന്ന് പറഞ്ഞാൽ സങ്കടം വരണ അല്ലേ, സങ്കടപ്പെടുന്നത് ആർക്കും ഇഷ്ടം ഉണ്ടാവില്ലല്ലോ. എനിക്ക് ഏറ്റവും സങ്കടം ഉണ്ടാവുന്ന, ഉമ്മാരെ ഹെൽപ്പ് ചെയ്യില്ലട്ടാ, ഉമ്മാരെ സഹായിക്കണുണ്ടോ, എടി കുരുപ്പേന്നൊക്കെ പറഞ്ഞ് ചീത്ത അറിയണ്ടോ? സഹായിക്കരുതേ. തേർഡ് ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ചോദ്യം പറയട്ടെ, ആയോ? എസ്സേ ഒക്കെ എഴുതുന്നുണ്ടോ? തേർഡ് ക്വസ്റ്റ്യൻ ഈസ്, ടീച്ചേഴ്സ് ഇങ്ങനെ ചിരിക്കുക, വീട്ടിലെ കാര്യങ്ങൾ മാത്രം ചോദിക്കുകയാണ്. സ്കൂളിൽ നിങ്ങൾ ഏറ്റവും സ്ട്രെസ് അനുഭവിക്കുന്ന, സങ്കടം, അതൊരു സങ്കടമോ അല്ലെങ്കിൽ ദേഷ്യമോ അല്ല, സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രയാസം അല്ലേ, കഷ്ടപ്പാട്. സ്ട്രെസ് അനുഭവിക്കുന്ന സാഹചര്യം എന്തുമാവാം. ഏതെങ്കിലും സബ്ജക്റ്റിൻ്റെ സമയത്താവാം, ഏതെങ്കിലും ഫ്രണ്ട്സ് കാരണമാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും സ്കൂളെന്ന് പറയുമ്പോൾ സ്കൂൾ അതർ ദാൻ ഹൗസ്, വീട്ടിൽ നിന്ന് പുറത്ത് കേട്ടോ, അത് സ്കൂളിലേക്കുള്ള വഴിയിലാവാം, ഔട്ട്സൈഡ് ദി സ്കൂളിൻ്റെ പുറത്തുള്ളവരാവാം. വീട്ടിൽ നിന്നും ഒഴിച്ചാൽ സ്കൂളിലുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഏറ്റവും സ്ട്രെസ് ഉണ്ടാക്കുന്ന ഒരു കാര്യം എഴുതിക്കോളൂ കേട്ടോ. നിങ്ങളുടെ ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾക്കനുസരിച്ച് നിങ്ങൾക്ക് ഇനിയും നെക്സ്റ്റ് ക്ലാസ്സുകൾ വരുന്നതാണ് അല്ലേ സർ? നിങ്ങളുടെ പ്രയാസങ്ങൾ അവർ മനസ്സിലാക്കി അതിനനുസരിച്ച് നിങ്ങളുടെ പ്രയാസങ്ങളിൽ ഇടപെട്ട് വേണ്ട വിധം അതിന് സൊല്യൂഷൻ കണ്ടെത്തുക എന്നതാണ് പ്ലസൻറ്റ് സ്കൂളിൻ്റെ ഈ ഒരു ക്വസ്റ്റ്യൻ എയറിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. ഗോട്ട്? ഓക്കെ, ഫിനിഷ്. അങ്ങനെയാണെങ്കിൽ പേരെഴുതി വേറെ ഇനീഷ്യലും അഡ്രസ്സൊന്നും എഴുതണ്ടാട്ടാ, മടക്കുക. എന്നിട്ട് പുറത്തല്ലേ ബോക്സ് ഉള്ളത്, പുറത്ത് ബോക്സ് ഉണ്ട്, അതിൽ കൊണ്ടുപോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തുക, ഓർക്കുക. ഒരു ചെവിയിലൂടെ കേട്ട് മറ്റു ചെവിയിലൂടെ വിടുന്ന രൂപത്തിലല്ല, ചെവികൾക്കിടയിലുള്ള ഹൃദയത്തിലും തലച്ചോറിലും നിർത്തുക. വേണ്ടുന്ന കാര്യങ്ങൾ സ്വാംശീകരിക്കുക, മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുക. ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.